शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो अमृषा दाम्ना स्वेन सदा निरस्तकुहगं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं शुगमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः। तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय चेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः। सोऽलङ्कृषीष्ट भगवान् वजांसि मे सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओं नमो भगवते वासुदेवाय। ओं नमो नारायणाय।
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധം 17-ാം അധ്യായത്തിൽ 21-ാം ശ്ലോകം വരെയാണ് കണ്ടത് അല്ലേ? 21 വരെ കണ്ടു. ഇനി ബാക്കി 36 വരെയുള്ള ശ്ലോകങ്ങൾ കാണണം. അപ്പോൾ ഇന്ന് ഭാഗവത ജ്ഞാനഗംഗ 300-ആയോ അതോ 300 കഴിഞ്ഞോ? ഇന്ന് 300-ആണോ 301-ആണോ? ാം ശ്ലോകം വരെ എടുത്തു അല്ലേ? ഓക്കെ. നമുക്കെന്തായാലും അധ്യായം മുഴുവൻ ഒന്ന് വായിക്കാം. 17-ാം അധ്യായം ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാം. 23 ശ്ലോകങ്ങൾ വരെ എടുത്തിട്ടുണ്ട്. എന്തായാലും ചക്രവർത്തിയായി അഭിഷിക്തനായിട്ടുള്ള പൃഥു തൻ്റെ മുമ്പിൽ വന്ന ദീനന്മാരായ പ്രജകളുടെ അവരുടെ വിശപ്പ്, അതുകൊണ്ടുള്ള പീഡ, അതിനെക്കുറിച്ച് അവർ പറഞ്ഞു. അപ്പോൾ തൻ്റെ പ്രജകളുടെ വിശപ്പ് മാറ്റാനുള്ള, അല്ലെങ്കിൽ അങ്ങനൊരു ദാരിദ്ര്യം വന്നു ചേരാനുള്ള കാരണത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച അദ്ദേഹം ഭൂമിയെ ആക്രമിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടതും, ഭൂമി ഒരു പശുവിൻ്റെ രൂപത്തിൽ ലോകം മുഴുവൻ ഓടി നടന്നിട്ടും എല്ലായിടത്തും തൻ്റെ പുറകെ വരുന്നതായിട്ടുള്ള ആയുധമേന്തിയ പൃഥുവിനെ കണ്ട് അദ്ദേഹത്തോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ദീനയായി ധർമ്മം പറയുകയാണ്. അങ്ങ് സ്ത്രീവധം ചെയ്യാൻ പാടുള്ളതാണോ? എന്നെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഈ പ്രജകളെയും കൊണ്ട് അങ്ങ് പോവുക എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ചില ന്യായങ്ങളൊക്കെ പറഞ്ഞതിന് പൃഥു മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ തുടങ്ങി വെച്ചു. 2 ശ്ലോകങ്ങൾ ബാക്കിയുള്ളത് കാണാനുണ്ട്. അങ്ങനെ 23 വരെയുള്ള ശ്ലോകങ്ങൾ കണ്ടു ഇന്നലെ. അപ്പോൾ ഇന്ന് ബാക്കിയും കാണാം. നമുക്ക് പാരായണം ചെയ്യാം. ഇന്നലെ എടുത്ത ഭാഗവും ഇന്നെടുക്കാനുള്ള ഭാഗവും പാരായണം ചെയ്യാം. അപ്പോൾ ഇന്ന് 300-ാമത്തെ എപ്പിസോഡാണെന്ന് നമ്മുടെ ശ്രീവള്ളി ടീച്ചർ ആധികാരികമായി പറഞ്ഞു. അപ്പോൾ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 300-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത 17-ോऽധ്യായഃ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 17-ോऽധ്യായഃ.
മൈത്രേയ ഉവാച ഏവം സ ഭഗവാൻ വൈന്യഃ ഖ്യാപിതോ ഗുണകർമ്മഭിഃ ഛന്ദയാമാസ താൻ കാമൈഃ പ്രതിപൂജ്യാഭിനന്ദ്യ ച ബ്രാഹ്മണ പ്രമുഖാൻ വർണ്ണാൻ ഭൃത്യാമാത്യ പുരോധസഃ പൗരാൻ ജാനപദാൻ ശ്രേണീഃ പ്രകൃതീഃ സമപൂജയത്. വിദുര ഉവാച കസ്മാദ്ദധാരകോ രൂപം ധരിത്രീ ബഹുരൂപിണി യാം ദുദോഹ പൃഥുസ്തത്ര കോ വത്സോ ദോഹനം ച കിം പ്രകൃത്യാ വിഷമാ ദേവീ കൃതാ തേന സമാകഥം തസ്യ മേദ്യം ഹയം ദേവഃ കസ്യ ഹേതോരപാഹരത്. സനൽകുമാരാത് ഭഗവതോ ബ്രഹ്മൻ ബ്രഹ്മവിദുത്തമാത് ലബ്ധ്വാ ജ്ഞാനം സവിജ്ഞാനം രാജർഷിഃ കാം ഗതിം ഗതഃ യച്ഛാന്യതപി കൃഷ്ണസ്യ ഭവാൻ ഭഗവതഃ പ്രഭോഃ ശ്രവഃസുശ്രവസഃ പുണ്യം പൂർവദേഹ കഥാശ്രയം ഭക്തായ മേ അനുരക്തായ തവ ചാദോക്ഷജസ്യ ച വക്തുമർഹസി യോ ദുഹ്യത വൈന്യരൂപേണ ഗാമി മാം. സൂത ഉവാച ചോദിതോ വിദുരേണൈവം വാസുദേവ കഥാം പ്രതി പ്രശസ്യതം പ്രീതമനാ മൈത്രേയഃ പ്രത്യഭാഷത. മൈത്രേയ ഉവാച യഥാഭിഷിക്തഃ പൃഥുരംഗവിപ്രൈഃ ആമന്ത്രിതോ ജനതായാശ്ച പാലഃ പ്രജാ നിരന്വേക്ഷിതി പൃഷ്ടയേത്യ ചുക്ഷാമദേഹാപതിമഭ്യവോചൻ. വയം രാജൻ ജാഡരേണാഭിതപ്താഃ യഥാഗ്നിനാ കോഡരസ്തേന വൃക്ഷാഃ ത്വാമദ്യ യാതാ ശരണം ശരണ്യം യസ്സാധിതോ വൃത്തികരഃ പതിർനഃ. തന്നോ ഭവാൻ ഈഹ ദുരാതവേന്നം ക്ഷുധാർദ്ധിതാനാം നരദേവദേവ യാവന്ന നശ്യാമഃ ഉജ്ജിതോർജ വാർത്താപതിസ്ത്വം കില ലോകപാലഃ. മൈത്രേയ ഉവാച പൃഥുഃ പ്രജാനാം കരുണം നിശമ്യ പരിദേവിതം ദീർഘം ദദ്ധ്യൗ കുരുശ്രേഷ്ഠ നിമിത്തം സ്വോന്വപദ്യത. ഇതി വ്യവസിതോ ബുദ്ധ്യാ പ്രഗൃഹീത ശരാസനഃ സന്തതേ വിശിഖം ഭൂമേഃ ക്രുദ്ധസ്ത്രിപുരഃ യദാ പ്രവേപമാനാധരണീ നിശാമ്യോദായുധം ച തം ഗൗ സത്യപാദ്രവദ്ഭീതാ മൃഗീവ മൃഗയുദ്ധൃതാ താമന്വഗാവത് തദ്വൈന്യഃ കുപിതോ അത്യരുണേക്ഷണഃ ശരം ധനുഷി സന്ധായ യത്ര യത്ര പലായതേ സാ ദിശോ വിദിശോ ദേവീ രോദസീ ചാന്തരം തയോഃ ധാവന്തി തത്ര തത്രൈനം ദദർശാനൂദ്യതായുധം ലോകേ നാവിന്ദതത്രാണം വൈന്യാത് മൃത്യോരിവ പ്രജാഃ ത്രസ്താ തദാ നിവവൃതേ ഹൃദയേന വിദൂയത. ഉവാച ച മഹാഭാഗം ധർമ്മജ്ഞാപന്നവത്സല ത്രാഹി മാമഭിഭൂതാനാം പാലനേ അവസ്ഥിതോ ഭവാൻ. സത്വം ജിഗാംസസേ കസ്മാത് ദീനാം അകൃതകിൽബിഷാം അഹനിഷ്യത് കഥം യോഷാം ധർമ്മജ്ഞ ഇതി യോ മതഃ. പ്രഹരന്തി ന വൈ സ്ത്രീഷു കൃതാഗസ്വപി ജന്തവഃ കിമുദത്വദ്വിധാരാജൻ കരുണാദീനവത്സലാഃ. മാം വിപാട്യാചരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം ച പ്രജാശ്ചേമാഃ കഥം അംബസി ധാസ്യസി. പൃഥുർവാച വസുധേ ത്വാം വധിഷ്യാമി മച്ഛാസനപരാങ്മുഖീം ഭാഗം ബർഹിഷിയാ വൃന്തെ ന തനോതി ച നോ വസു. യവസം ജഗ്യനുദിനം നൈവ ദോഗ്യൗദസംപയഃ തസ്യാമേവം ഹി ദുഷ്ടായാം ദണ്ഡോ നാത്ര ന ശസ്യത്തെ. ത്വം ഖല്ലോഷധി ബീജാനി പ്രാക് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസ്യാത്മരുദ്ധാനി മാം അവജ്ഞായ മന്ദധീഃ. അമൂഷാം ക്ഷുത്പരീതാനാമാർത്താനാം പരിദേവിതം ശമയിഷ്യാമി മദ്ബാണൈഃ ഭിന്നായാസ്തവ മേധസാ. പുമാൻ യോഷിത് ഉദക്ലേവഃ ആത്മസംഭാവനോദമഃ ഭൂതേഷു നിരനുക്രോശോ നൃപാണാം തദ്വധോവതഃ. ത്വാം സ്തബ്ധാം ദുർമദാം നീത്വാ മായാഗാം തിലശശരൈഃ
ആത്മയോഗബലേനേമാ ധാരയിഷ്യാമ്യഹം പ്രജാഃ ഏവം മന്യുമയീം മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാ പ്രാഞ്ജലിഃ പ്രാഹ മഹീ സഞ്ജാതവേപതുഃ. ധരോവാച നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമഃ സ്വരൂപാനുഭവേന നിർദ്ദുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ യേനാഹമാത്മായതനം വിനിർമ്മിതാ ധാത്രായതോയം ഗുണസർഗസംഗ്രഹഃ സ ഏവ മാം ഹന്തുമുദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കമാശ്രയേ യേദദാതൗ അസൃജച്ചരാചരം സ്വമായയാത്മാശ്രയയാ വിതർക്യയ തയൈവ സോയം കില ഗോപ്തുമുദ്യതഃ കഥം नु മാം ധർമ്മപരോ ജിഗാംസതി. നൂനം വദേശസ്യ സമീഹിതം ജനൈഃ തന്മായയാ ദുർജയയാ കൃതാത്മഭിഃ ന ലക്ഷ്യത്തെ യസ്ത്വകരോദകാരയത് യോനേക ഏകഃ പരതശ്ച ഈശ്വരഃ. സർഗാദിയോസ്യാനുരുണദ്ദി ശക്തിഭിർദ്രവ്യക്രിയാകാരകചേതനാത്മഭിഃ തസ്മൈ സമുന്നദ്ദ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേദസേ. സ വൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യൻ അജമാം രസാതലാത് അഭ്യുജ്ജഹാരാംബസ ആദിസൂകരഃ. അപാം ഉപസ്ഥേ മയി നവ്യവസ്ഥിതാഃ പ്രജാ ഭവാനദ്യ രിരക്ഷിഷു കില സ വീരമൂർത്തിഃ സമഭൂതരാധരോ യോ മാം പയസ്യുഗ്രശരോ ജിഗാംസസി. നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വിദൈസ്തൽഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവത്മഭിഃ തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ധരിത്രീ നിഗ്രഹോ നാമ സപ്തദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പോൾ പൃഥുചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചരിത്രമാണ്. ഭഗവാന്റെ ക്ഷത്രിയ ധർമ്മ പരിപാലനത്തിനായിക്കൊണ്ടുള്ള ഒരു അവതാരമാണ്. അപ്പോൾ വേനന്റെ കൈകൾ കടഞ്ഞ് അതിൽ നിന്നാണ് ഭഗവാൻ പൃഥു ആവിർഭവിച്ചത് എന്ന് കണ്ടു. അതിനുശേഷം അദ്ദേഹത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തു. സൂതമാഗത വന്ദികളെല്ലാം അദ്ദേഹത്തെ വന്ന് സ്തുതിച്ചു. അത് കഴിഞ്ഞ് രാജാഭിഷിക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രജകൾ അവരുടെ വിശപ്പ് അറിയിച്ചുകൊണ്ട് നിവേദനം ചെയ്തു. ഞങ്ങൾക്ക് അന്നം തരൂ, ഭക്ഷണം തരൂ, ഞങ്ങളെല്ലാം പട്ടിണി കൊണ്ട് പീഡിതരാണ് എന്നുള്ള അവരുടെ ആവലാതി അറിയിച്ചു. ആ സമയത്ത് അദ്ദേഹം അതിൻ്റെ കാരണം ചിന്തിച്ച് മനസ്സിലാക്കി. ഭൂമിയാണ് അതിന് കാരണക്കാരി. ഭൂമിദേവി യജ്ഞഭാഗം ഭുജിച്ചിട്ടും തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ട, ലോകത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള അന്നത്തെ അഥവാ ഔഷധി ലതാദികളെ കൊടുക്കുന്നില്ല, അടച്ചു വെച്ചിരിക്കുകയാണ്, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭൂമിദേവിയെ ഭയപ്പെടുത്തിക്കൊണ്ട് വില്ല് കൊലച്ചുകൊണ്ട് ഭൂമിദേവിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ആ സമയത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്തുകൊണ്ട് ഓടി. ഗൗ സതീ അപാദ്രവദ്ഭീത മൃഗീവ മൃഗയുദ്ധൃത, ഒരു വേട്ടക്കാരനാൽ ഓടിക്കപ്പെടുന്ന ഒരു പെൺമാനിനെ പോലെ
പൃഥുവിനെ ഭയന്നുകൊണ്ട് ആ ഗോരൂപിണിയായ ഭൂമി പാഞ്ഞു. താമന്വധാവത്തദ്വൈന്യ കുപിതോ അത്യരുണേക്ഷണ. ചുവന്ന കണ്ണുകളോടുകൂടിയ കുപിതനായിട്ടുള്ള വൈന്യൻ അവളെ അനുധാവനം ചെയ്തു, പുറകെ ഓടി. ശരം ധനുഷി സന്ധായ എത്രയെത്ര പലായതേ. അവൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ വില്ലും അമ്പും കൊലച്ചുകൊണ്ടാണ് പോയത്. സാ ദിശോ വിദിശോ ദേവി രോദസീ ച അന്തരം തയോഹോ ധാവന്തി തത്ര തത്ര ഏനം ദദർശ അനൂദ്യതായുധം. അവൾ ദിക്കുകളിലും കോണുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും എല്ലാം ഓടി നോക്കി. എവിടെ അവൾ പോയോ അവിടെയൊക്കെ അദ്ദേഹത്തെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടു. ലോകേ നാവിന്ദത്രാണം വൈന്യാത് മൃത്യോരിവ പ്രജാഹ ത്രസ്താ തഥാ നിവവൃതേ ഹൃദയേന വിദൂയത. വൈന്യാത് വേനപുത്രനിൽ നിന്ന് ത്രാണം അഥവാ രക്ഷകനെ ലോകേന അവിന്ദത, അവൾ ലോകത്തിൽ എവിടെയും കണ്ടുമുട്ടിയില്ല. തന്നെ രക്ഷിക്കാൻ പര്യാപ്തനായിട്ടുള്ള ഒരാളെ കിട്ടിയില്ല. മൃത്യുവിൽ നിന്ന് പ്രജകളെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? അതുപോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയപ്പെട്ടവളായിട്ട് വിദൂയതാ ഹൃദയേന നിവവൃതേ, ദുഃഖിക്കുന്ന ഹൃദയത്തോടെ, പീഡിതയായ ഹൃദയത്തോടുകൂടെ അവൾ പിന്തിരിഞ്ഞു. ഏതായാലും പൃഥുവിന്റെ പിടിയിൽ പെടുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തോട് തന്നെ അപേക്ഷിക്കാമെന്ന് കരുതി അവൾ പിന്തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഉവാച മഹാഭാഗം ധർമ്മജ്ഞ ആപന്ന വത്സല ദ്രാഹി മാമപി ഭൂതാനാം പാലനെ അവസ്ഥിതോ ഭവാൻ. ആ മഹാപുണ്യശാലിയായ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: ഹേ ധർമ്മജ്ഞ, അങ്ങ് ധർമ്മമറിയുന്നവനല്ലേ? ആപന്ന വത്സല, ശരണം പ്രാപിച്ചവരോട് വാത്സല്യം കാണിക്കുന്നവനല്ലേ? അങ്ങ് ഭൂതാനാം പാലനെ അവസ്ഥിത, ഭൂതങ്ങളെ രക്ഷിക്കുന്നതിൽ, സകല ചരാചരങ്ങളെയും രക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നവനല്ലേ? അങ്ങനെയാണെങ്കിൽ മാമപിത്രാഹി, എന്നെയും രക്ഷിച്ചാലും ഞാനും രക്ഷായോഗ്യ തന്നെയാണ് അങ്ങയാൽ. സത്വം ജിഗാംസസേ കസ്മാത് ദീനാം അകൃതകിൽബിഷാം അഹനിഷ്യത് കഥം യോഷാം ധർമ്മജ്ഞ ഇതിയോ മതഃ. ദീനയും അകൃതകിൽബിഷയും അഥവാ അപരാധം ചെയ്യാത്തവളുമായിട്ടുള്ള എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് കൊല്ലാൻ ആഗ്രഹിക്കുന്നത്? കസ്മാത് മാം ജിഗാംസസേ. മാത്രമല്ല ധർമ്മജ്ഞൻ എന്ന് അങ്ങ് കീർത്തി കേട്ടിട്ടുള്ള ആളാണ്, എല്ലാവരാലും സമ്മതനാണ് ധർമ്മജ്ഞൻ എന്ന്. അങ്ങനെയുള്ള അങ്ങ് കഥം യോഷാമഹനിഷ്യത്, എങ്ങനെ ഒരു സ്ത്രീയെ വധിക്കാൻ ഒരുമ്പെടും? പ്രഹരന്തി നവൈ സ്ത്രീഷു കൃതാകസ്വപി ജന്തവഃ കിമുദത്വദ്വിദാരാജൻ കരുണാദീനവത്സലാഹ. ഒരു ജന്തുക്കളും തന്നെ സ്ത്രീകൾ അപരാധം ചെയ്താൽ പോലും അവരെ പ്രഹരിക്കാറില്ല, അവരോട് ദയ കാണിക്കും. അപ്പോ കരുണന്മാരും ദീനവത്സരന്മാരുമായിട്ടുള്ള അങ്ങയെ പോലെയുള്ള ആളുകൾ എങ്ങനെ പറയേണ്ടതുണ്ടോ? അപ്പൊ എന്നോട് കാരുണ്യം കാണിക്കണ്ടേ? മാം വിപാട്യ അജരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം ച പ്രജാശ്ചേമാഹ കഥം അംബസി ദാസ്യസി. ഈ വിശ്വം ഏതൊരു എന്നിലാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത്, ഒരു കപ്പൽ പോലെ ഈ ഭൂമിയെ ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും ഞാനല്ലേ വഹിക്കുന്നത്? കപ്പലിനെ പൊളിച്ചാൽ ആ കപ്പലിലുള്ളവരൊക്കെ വെള്ളത്തിൽ ആണ്ടുപോവില്ലേ? അതുപോലെയല്ലേ എന്നെ നശിപ്പിച്ചാൽ, മാം വിപാട്യ, എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങും അങ്ങയുടെ പ്രജകളും എങ്ങനെ വെള്ളത്തിൽ നിലനിൽക്കും? ആത്മാനം ച പ്രജാശ്ച ഇമാഹ കഥം അംബസി ദാസ്യസി, എങ്ങനെ വെള്ളത്തിൽ ധരിച്ചു നിൽക്കും? നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എന്നെയും കൂടി നിലനിർത്തണം. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനല്ലേ നിങ്ങളുടെ ചുമര്, നിങ്ങളാകുന്ന ചിത്രം ഞാനാകുന്ന ചുമരിലല്ലേ നിലനിൽക്കുന്നത് എന്ന മട്ടില് ഒരു ഭീഷണി പോലെ ഒന്നുകൂടി പ്രയോഗിച്ചു നോക്കി. അപ്പൊ സാമം ദാനം ഭേദം എന്നുള്ള മട്ടില് പ്രയോഗിച്ചു നോക്കി. ഇതെല്ലാം കേട്ട പൃഥു മറിച്ച് പറഞ്ഞു: വസുധേ ത്വാം വധിഷ്യാമി മച്ഛാസനപരാങ്മുഖീം ഭാഗം ബർഹിഷിയാ വൃങ്ക്തേ ന തനോദിച്ച നോ വസു. ഹേ വസുധേ, ധനങ്ങളെയെല്ലാം ധരിച്ചിരിക്കുന്നവളെ, മച്ഛാസന പരാങ്മുഖീം ത്വാം അഹം വധിഷ്യാമി, എന്റെ ശാസനയെ വിമുഖയായിരിക്കുന്ന, എന്റെ ശാസന കേൾക്കാതെ അതിന് വിമുഖമായിരിക്കുന്ന നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ്. കാരണം നീ യാഗങ്ങളിൽ
ഭാഗം സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള വസ്തുക്കളെ നൽകുന്നില്ല. യവസം ജഗ്യനുദിനം നൈവദോഗ്ദ്യൗദസംപയ തസ്യാമേവം ഹി ദുഷ്ടായാം ദണ്ഡോ നാത്ര ന ശസ്യത്തെ. പുല്ല് ദിവസവും തിന്നുന്നുണ്ട്, എന്നാൽ അകിടിലുള്ളതായിട്ടുള്ള പാല് മാത്രം ചൊരന്നു തരുന്നില്ല. അങ്ങനെയുള്ള ദുഷ്ടയായ പശുവിന്റെ നേർക്ക് ദണ്ഡം ചെയ്താൽ അത് പ്രശസ്യമല്ല എന്നൊന്നുമില്ല, അത് നിന്ദ്യമാണ് എന്നൊന്നുമില്ല. അനുസരണയില്ലാത്ത പശുക്കളെ ദണ്ഡിക്കേണ്ടി വന്നാൽ ദണ്ഡിക്കുന്നത് വലിയ മോശമുള്ള കാര്യമൊന്നും അല്ല എന്നൊക്കെ ധർമ്മം തിരിച്ചും പറഞ്ഞുകൊടുത്ത്, അഥവാ ന്യായം പറഞ്ഞുകൊടുത്ത് തുടരുകയാണ് പൃഥു. ഭൂമിദേവിയുടെ ന്യായങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട്, അല്ലെ, എന്താ പറയുക, അവർ ചെയ്ത തെറ്റെന്താണെന്നും അവരുടെ അഹങ്കാരത്തിന് കാരണമായിരിക്കുന്ന ആ അഭിമാനം, ഞാനില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതായിട്ടുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് കയ്യിലിരിക്കട്ടെ, നീ ഇല്ലെങ്കിലും ഞാൻ കാര്യമൊക്കെ നടത്തും, നീ ചെയ്ത തെറ്റ് ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി ഭയപ്പെടുത്തി ആ ഭൂമിയെ വധിക്കും എന്നുള്ള ന്യായമാണ് ഇവിടെ പൃഥു ചക്രവർത്തി പറയുന്നത്. അത് കേട്ട് ഭയപ്പെട്ടതായിട്ടുള്ള, അഹങ്കാരം ശമിച്ചതായിട്ടുള്ള ഭൂമിദേവി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ ധർമ്മമൂർത്തിയായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ തന്നെയാണ്, തൻ്റെ നാഥൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ സ്തുതിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു സ്തുതിയും കൂടിയാണ് നമ്മളിന്ന് വായിച്ചത്. ആ സ്തുതിയാണ് ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം. അതിലേക്കൊക്കെ നമുക്കിതാ പോകാം. അപ്പോൾ 24 ശ്ലോകം മുതൽക്ക് കാണാം. ത്വം ഖൽവോഷധി ബീജാനി പ്രാക് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസ്യാത്മരുദ്ധാനി മാമവജ്ഞായ മന്ദധീഹി. എന്തൊക്കെയാണ് നീ ചെയ്ത തെറ്റ് എന്ന് തെറ്റുകൾ ബോധ്യപ്പെടുത്തി വേണം ഏതൊരു അപരാധിയെയും ശിക്ഷിക്കാൻ. കാരണം എങ്കിലേ ഇനി അയാള് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുള്ളൂ. അതിപ്പോ ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും അയാളെ വധിച്ചു കളയുകയാണെങ്കിൽ പോലും അയാൾക്ക് തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കണം, അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ആ തെറ്റ് പറ്റാതിരിക്കാൻ. അപ്പൊ ആ തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പൃഥു ചക്രവർത്തി. ത്വം ഖലു ഓഷധി ബീജാനി പ്രാക് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസി ആത്മരുദ്ധാനി മാം അവജ്ഞായ മന്ദധീഹി. പ്രാക് സൃഷ്ടാനി സ്വയംഭുവ, സ്വയംഭൂ ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ്. സ്വയംഭുവ പ്രാക് സൃഷ്ടാനി, സ്വയംഭൂവിനാൽ ബ്രഹ്മദേവനാൽ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ നിന്റെ ഒന്നുമല്ല, നീ ഉണ്ടാക്കിയതൊന്നുമല്ല, നിന്റെ വകയൊന്നുമല്ല, നീ വെറും ഒരു കസ്റ്റോഡിയൻ മാത്രമാണ്. ഉണ്ടാക്കിയത് മുഴുവൻ ആരാണ്? സ്വയംഭൂവാണ്, സൃഷ്ടികർത്താവാണ്. അപ്പൊ സ്വയംഭുവ പ്രാക് സൃഷ്ടാനി ഓഷധി ബീജാനി, ഓഷധികളുടെ ബീജങ്ങളെ, സസ്യജാലങ്ങളുടെ ബീജങ്ങളെ, മാം അവജ്ഞായ, എന്നെ അവഗണിച്ചുകൊണ്ട്, ഒരു ചക്രവർത്തി ഇവിടെ ഉണ്ട്, ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് എന്ന് ചിന്തിക്കാതെ, ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആളില്ല എന്ന് വിചാരിച്ച് നീ നിന്റെ തോന്നിയവാസം കാണിക്കുന്നുവോ എന്നാണ്. മാം അവജ്ഞായ ആത്മരുദ്ധാനി ത്വം ന മുഞ്ചസി മന്ദധീഹി. ആത്മരുദ്ധാനി, ആത്മരുദ്ധാനി എന്ന് പറഞ്ഞാല് നിന്നിൽ തന്നെ മറച്ചു വെച്ചിരിക്കുന്നു. രുദ്ധം എന്ന് പറഞ്ഞാൽ രോധിക്കപ്പെട്ടിരിക്കുന്നു, നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അടച്ചു വെക്കപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നീ. ആത്മരുദ്ധാനി, നിന്നിൽ തന്നെ അടയ്ക്കപ്പെട്ടവയായിട്ട്, ത്വം ന മുഞ്ചസി, നീ മോചിപ്പിക്കുന്നില്ല, നീ വിട്ടുകൊടുക്കുന്നില്ല. നീ നിന്റെയാണെന്ന് വിചാരിച്ചു, നീ വെറും കസ്റ്റോഡിയൻ മാത്രമാണെന്നുള്ളത് മറന്നു. അപ്പൊ നീ മോചിപ്പിക്കേണ്ടതാണ്, ആവശ്യം വരുമ്പോ പ്രജകൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ നീ മോചിപ്പിച്ചില്ല. മന്ദധീഹി, അതുകൊണ്ട് നീ മന്ദബുദ്ധിയാണ്, വിചാരശൂന്യയാണ്.
പ്രജകളെ സംരക്ഷിക്കുന്ന രാജാവിനെ ധിക്കരിച്ചുകൊണ്ട് തോന്നിയവാസം പ്രവർത്തിക്കുന്ന നീ വാസ്തവത്തില് വിചാരശൂന്യയാണ്, മന്ദബുദ്ധിയാണ്. അതുതന്നെയാണ് നീ ചെയ്ത തെറ്റ്. അതുകൊണ്ട് നീ ശിക്ഷാർഹയാണ്. അങ്ങനെയുള്ള നിന്നെ എങ്ങനെ ഹിംസിക്കാതിരിക്കും? നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ എല്ലാവർക്കും വേണ്ടത് കൊടുത്തേനെ. അപ്പൊ ഭൂമിദേവിയുടെ ധർമ്മത്തെ ഭൂമിദേവിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? വിശക്കുന്ന പ്രജകൾക്ക് നീ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇതുണ്ടാക്കിയത് ബ്രഹ്മദേവനാണ്, നീയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നിന്റെ വകയൊന്നുമല്ല. ത്വം കല്ലോഷതി ബീജാനി പ്രാഗ് സൃഷ്ടാനി സ്വയംഭുവ ന മുഞ്ചസ്യാത്മരുദ്ധാനി മാമവജ്ഞായ മന്ദധീഹി. ഇവിടെ സ്വയംഭുവ എന്ന് പറയുമ്പോൾ ബ്രഹ്മദേവനാൽ എന്ന് പറയുമ്പോഴും ആ ബ്രഹ്മദേവനും പുറകിലൊരാളും കൂടി ഉണ്ട്, സാക്ഷാൽ നാരായണൻ. അത് അദ്ദേഹം തന്നെയാണ് ഇവിടെ പൃഥുവിന്റെ രൂപത്തിൽ നിന്ന് ഇത് പറയുന്നതും. അപ്പൊ നാരായണനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ഔഷധി ബീജങ്ങളും എല്ലാം ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട്. അതിന്റെ വെറും ഒരു പത്തായം അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയൻ, ഒരു വിളഭൂമി മാത്രമാണ് ഭൂമി എന്നുള്ളത് ഭൂമി തിരിച്ചറിയണം. അപ്പൊ നോക്കൂ, ഭൂമിക്ക് പോലും ഇത്രയേ ഉള്ളൂ റോള്. ഭൂമി പോലും തൻ്റേതാണെന്നൊന്നും അഭിമാനിക്കാൻ പാടുള്ളതല്ല. അപ്പൊ പിന്നെ നമ്മളോ? ഭൂമിക്ക് പോലും അഭിമാനം ഉണ്ടാവാൻ പാടില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? നമ്മളാരാ എല്ലാറ്റിലും അഭിമാനിക്കുക? എന്തൊക്കെ എന്റെയാണ്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന മൂഢന്മാര്, മന്ദധീക്കളാണ്. ഭൂമി ദേവിയെ തന്നെ മന്ദധീ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ എത്ര ഡബിൾ മന്ദധീ എന്ന് വിളിക്കേണ്ടി വരും. അമൂഷാം ക്ഷുത്പരീതാനാം ആർത്താനാം പരിദേവിതം ശമയിഷ്യാമി മദ്ബാണൈഹി ഭിന്നായാസ്തവമേതസാം. ക്ഷുത്പരീതാനാം ആർത്താനാം അമൂഷാം പരിദേവിതം മദ്ബാണൈഹി ഭിന്നായാഹ തവ മേധസാ ശമയിഷ്യാമി. എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു ഭൂമിദേവി. അതിന് ചുട്ട മറുപടി കൊടുക്കുകയാണ്. അമൂഷാം ക്ഷുത്പരീതാനാം ആർത്താനം. ക്ഷുത്തുകൊണ്ട്, വിശപ്പുകൊണ്ട് പരീതന്മാര്, നല്ലതുപോലെ ബാധിക്കപ്പെട്ടവർ എന്നർത്ഥം. വിശപ്പിനാൽ വ്യാപിക്കപ്പെട്ടവർ. പരീതം എന്നാണ് പരീതം, ചുറ്റുഭാഗത്താലും വ്യാപിക്കപ്പെട്ടത്. അപ്പൊ വിശപ്പ് അവരെ മൂടിയിരിക്കണു, വിശപ്പിൽ മുഴുകിയിരിക്കണു അവര്. അങ്ങനെയുള്ളവരും ആർത്താനാം ദുഃഖിതന്മാരുമായിരിക്കുന്ന അമൂഷാം. അമൂഷ എന്ന് പറയുമ്പോൾ ഇവരുടെ, ഈ പ്രജകളുടെ പരിദേവിതം, അവരുടെ പരിദേവനത്തെ, അവരുടെ വിലാപത്തെ, അവരുടെ കരച്ചിലിനെ മദ്ബാണൈഹി ഭിന്നായാഹ തവ മേധസാ ശമയിഷ്യാമി. തവ മേധസാ ശമയിഷ്യാമി. നിന്റെ കൊഴുപ്പ് കൊണ്ട് ഞാൻ തീർക്കും, അവരുടെ വിശപ്പ് മാറ്റും. നിന്റെ മേധസ് കൊണ്ട്, നിനക്ക് കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ കൊഴുപ്പ് കൊണ്ട് ഞാൻ ഇവരുടെ വിശപ്പ് മാറ്റും. എങ്ങനെയാണ് നിന്റെ കൊഴുപ്പ് എടുക്കാൻ പോകുന്നത്? മദ്ബാണൈഹി ഭിന്നായാഹ. എന്റെ ബാണങ്ങളെ കൊണ്ട് ഛിന്ന ഭിന്നമാക്കപ്പെട്ട നിന്റെ ശരീരത്തിലെ കൊഴുപ്പ് കൊണ്ട് ഈ പ്രജകളുടെ വിശപ്പ് ഞാൻ തീർക്കും എന്ന്. ഭൂമിയെ വരട്ടുകയാണ് പൃഥു ചക്രവർത്തി എന്ന് പറയാ. അപ്പോ വിശപ്പ് കൊണ്ട് ആർത്തരായിരിക്കുന്ന ഇവരുടെ കരച്ചിൽ മാറ്റാൻ, അത് ശമിപ്പിക്കാനായിക്കൊണ്ട് എന്റെ ബാണം കൊണ്ട് നിന്റെ ശരീരത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കി അതിൽ നിന്ന് കൊഴുപ്പ് കൊണ്ട് ഇവരുടെ വിശപ്പ് മാറ്റും. അപ്പോ പൃഥ്വിയുടെ ചോദ്യത്തിന് മറുപടിയായി, എന്നെ കൊന്നു കഴിഞ്ഞാൽ എവിടുന്ന് അന്നം കിട്ടും, എവിടെ അഭയം കിട്ടും എന്നുള്ള ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി. നീ ശങ്കിക്കേണ്ട, നിന്നെ കൊന്നിട്ട് നിന്റെ കൊഴുപ്പ് കൊണ്ട് ഞാൻ ഇവരുടെ വിശപ്പ് മാറ്റും. തുടർന്ന് പുമാൻ യോഷിത് ഉദക്ലീബഃ ആത്മസംഭാവനോ അധമഃ ഭൂതേഷു നിരനുക്രോശോ നൃപാണാം തദ്വദോ അവതഃ. ധർമ്മം പറയുന്നു. പുമാൻ യോഷിത്ത് ഉദക്ലീബഃ. പുമാൻ പുരുഷനായിക്കോട്ടെ, യോഷിത്ത് സ്ത്രീ ആയിക്കോട്ടെ, ഉത അല്ലെങ്കിൽ പിന്നെ ക്ലീബഃ നപുംസകമായിക്കോട്ടെ, ആണോ പെണ്ണോ രണ്ടും കെട്ടതോ ആയിക്കോട്ടെ, നപുംസകമായിക്കോട്ടെ, ആത്മസംഭാവന അധമഃ ഭൂതേഷു നിരനുക്രോശഃ തദ്വദഃ നൃപാണാം അവതഃ.
ആത്മസംഭാവന, തന്നെ സമ്യക്കായി ഭാവന ചെയ്യുന്നവൻ, വലിയ ആളാണെന്ന് കരുതുന്നവൻ, താൻ കേമനാണെന്ന് കരുതുന്ന അഭിമാനി, അഹങ്കാരി, അവൻ അധമനാണ്, നികൃഷ്ടനാണ്. അങ്ങനെയുള്ള അധമനായിട്ടുള്ളവൻ ഭൂതേഷു നിരനുക്രോശ, മറ്റ് ജീവജാലങ്ങളുടെ നേരെ അല്പം പോലും ദയ കാണിക്കാത്തവൻ. അനുക്രോശം ദയയാണ്, അതിന്റെ വിപരീതം നിർഗതമായ അനുക്രോശം, ദയയില്ലാത്തവൻ. നിരനുക്രോശ. അപ്പൊ ജീവജാലങ്ങളുടെ നേരെ, പ്രാണികളുടെ നേരെ ദയാഹീനനായിരിക്കുന്നവന്റെ തദ്വധ, അവന്റെ വധമുണ്ടല്ലോ, നൃപാണാം അവധ, രാജാക്കന്മാരെ സംബന്ധിച്ച് അതൊരു വധമല്ല. ആ വധത്തിന്റെ ദോഷം രാജാക്കന്മാർക്ക് ബാധിക്കില്ല, അതൊരു പാപമല്ല എന്ന് പറയുക. കാരണം പ്രജകളെ ദുഃഖിപ്പിക്കുന്ന ആരാണെങ്കിലും അവർ ഭൂമിക്ക് ഭാരമാണ്, അവരെ വധിച്ചു കളയേണ്ടത് രാജാവിന്റെ ധർമ്മമാണ്, ഉത്തരവാദിത്വമാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്തില്ലെങ്കിലാണ് അദ്ദേഹത്തിന് പാപം. അപ്പൊ രാജാവിന് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ, ദയാഹീനന്മാരെ, അഭിമാനികളെ, ഇതൊക്കെ എന്റെയാണ്, ഞങ്ങളുടേതാണ് എന്നൊക്കെ അഭിമാനിക്കുന്നവരെ, അല്ലെ, ഒരു ക്ഷാമം വന്നു കഴിഞ്ഞാല് ധാരാളം ധനമുള്ളവര് അവരെന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കരിഞ്ചന്തയായി പൂഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജകൾക്ക് ആവശ്യം വന്നാൽ സർക്കാരിന് പിടിച്ച് എടുക്കാം, കണ്ടുകെട്ടാം. ശരിയല്ലേ? ന്യായമല്ലേ? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അതിസാമർത്ഥ്യക്കാരായിട്ടുള്ള ഒരു കൂട്ടർ മാത്രം തങ്ങളുടെ കയ്യിൽ ധനമുണ്ട്, ഇതെല്ലാം തങ്ങൾ സമ്പാദിച്ചതാണ്, ഇതൊക്കെ തങ്ങൾക്ക് മാത്രം എന്ന് കരുതിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പൂഴ്ത്തി വെക്കുകയും തിന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡിയിലുള്ളതായിട്ടുള്ള എന്ത് ധനമാണെങ്കിലും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ളതായിട്ടുള്ള അധികാരം ഭരണകർത്താക്കൾക്കുണ്ട്, സർക്കാരിനുണ്ട്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതാണ് ഭൂമിയിലെ നിയമം, അതാണ് ധർമ്മം. അപ്പൊ ഇവിടെ ഈ ഭൂമി ദേവി ഇതെല്ലാം തന്റേതാണെന്ന് കരുതിയിട്ടാണ് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. തനിക്കിഷ്ടമുള്ളപ്പോൾ തനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കുമെന്ന മട്ടിൽ അഭിമാനത്തോടു കൂടി വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളത് ആരാണെങ്കിലും തന്റെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ താൻ മാത്രം അനുഭവിക്കാനായിക്കൊണ്ട് ഒളിച്ചു വെക്കുന്നവരെ, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തുന്നവരെ, അവര് സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, നപുംസകമായിക്കോട്ടെ, അവരെ വധിക്കേണ്ടതാണ്, അവരെ നിലയ്ക്ക് നിർത്തേണ്ടതാണ്. ദയയില്ലാത്ത ആ ദുഷ്ടന്മാരെ, അങ്ങനെയുള്ളവരെ വധിക്കുന്നത് രാജാവിനെ സംബന്ധിച്ച് അവധഃ, നൃപാണാം അവധഃ, നൃപാണാം തദ്വധോ അവധഃ. അത് വധമല്ല, അതിന്റെ പാപമൊന്നുമില്ല. ഇത് തന്നെയാണ് താടകയെ കൊന്നതിന്റെയും ശൂർപ്പണകയെ അംഗവൈകല്യം വരുത്തിയതിന്റെയും പൂതനയെ കൃഷ്ണഭഗവാൻ കൊന്നതിന്റെയും ഒക്കെ ന്യായം. ഒരു സ്ത്രീകളാണെങ്കിലും ലോകത്തിന് ഹാനികരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിച്ചത് കൊണ്ടാണ് അവർ ശിക്ഷ ഏറ്റുവാങ്ങിയത്. അപ്പൊ അവിടെ സ്ത്രീയും പുരുഷനൊന്നുമില്ല. ക്ഷത്രിയന്മാർക്ക് അവരെ നിലയ്ക്ക് നിർത്താനുള്ള ബാധ്യത ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവർ പാപികളാകുന്നു. ഇത് മനസ്സിലാക്കണം. അപ്പൊ രാജാവ് ഇങ്ങനെയുള്ളവരെ വധിച്ചാലും അതിന് ദോഷമില്ല എന്ന് പറയണം. പുമാൻ യോഷിത് ഉദക്ലൈബഃ ആത്മസംഭാവനോ അധമഃ ഭൂതേഷു നിരനുക്രോശോ നൃപാണാം തദ്വതോ അവധഃ ത്വാം സ്തബ്ദാം ദുർമദാം നീത്വാ മായാഗാം തിലശശരൈഃ ആത്മയോഗബലേനേമാ ധാരയിഷ്യാമ്യഹം പ്രജാഃ. ആ രാജാവ് തന്റെ ഒരു സ്വാതന്ത്ര്യത്തെ, തന്റെ ശക്തിയെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ, തന്റെ ആത്മവിശ്വാസത്തെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കണം രാജാക്കന്മാര്, സ്വതന്ത്രരായിരിക്കണം, ആരെയും ഭയപ്പെടാൻ പാടില്ല, ആരുടെയും കീഴിലല്ല. പ്രജകളുടെ ക്ഷേമം ഒന്ന് മാത്രമാണ് രാജാവിന്റെ ധർമ്മം. അതിനുവേണ്ടി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരോടും വിധേയത്വം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ആ ഭൂമിയോട് പറയണം, ത്വാം സ്തബ്ദാം ദുർമദാം മായാഗാം തിലശഃ ശരൈഹി തിലശഃ നീത്വ. എന്താണ് ത്വാം? നിന്നെ, എങ്ങനെയുള്ളവളാണ് നീ? സ്തബ്ധയാണ് നീ, അഹങ്കാരിയാണ്.
സ്തംഭം പോലെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിമാനി അഹങ്കാരികളെക്കാണ് സ്തബ്ധന്മാരെന്ന് പറയുക. അപ്പോൾ സ്തബ്ധയായ നിന്നെ, ഗർവിഷ്ഠയായ നിന്നെ, ദുർമദാം, ദുഷിച്ച മതത്തോടുകൂടിയവളെ, അഹങ്കാരിയായിരിക്കുന്നവളെ, ദോഷാവഹമായിട്ടുള്ള മതമാണ്, നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള അഭിമാനമാണ് മതം. ഇവിടെ അങ്ങനെയുള്ള മതത്തോടു കൂടിയവളും മായാഗാം, ഗാം എന്നാൽ പശുവിനെ, ഇവിടെ കപട പശുവിനെ, നീ പശുവിന്റെ വേഷം കെട്ടിയിരിക്കണമെന്നുള്ളൂ. നീ ഒറിജിനൽ പശുവൊന്നുമല്ല. പശുവാണെങ്കിൽ അതിനെ വധിക്കുന്നത് പാപമാണ്, ദോഷമാണ് എന്നൊക്കെ പറയാം. ഇവിടെ നീ പശുവൊന്നുമല്ല, നീ കള്ള പശുവാണ്, കള്ളിപ്പശു. മായാഗാം, മായ കൊണ്ട് വേഷം കെട്ടിയിരിക്കുന്ന കപട പശുവാണ്, പശുവേഷം കെട്ടിയിരിക്കുന്നവളാണ്. അങ്ങനെയുള്ള നിന്നെ എന്റെ ശരങ്ങൾ കൊണ്ട് ത്വാം ശരൈഹി തിലശഹ നീത്വ. തിലശഹ എന്ന് പറഞ്ഞാൽ തിലം, എള്ളാണ്, എള്ളിന്റെ മണിയാണ് തിലം. തിലശഹ എന്ന് പറഞ്ഞാൽ എൺമണി പ്രായമാക്കിയിട്ട്, അത്രയും ചെറുതായി നിന്നെ കഷ്ണം കഷ്ണമായി, ഇഞ്ചിഞ്ചായിട്ട് കൂടിയല്ല, നിന്നെ ഇഞ്ചിഞ്ചായി വെട്ടിമുറിച്ചിട്ട് എന്നല്ല, നിന്നെ എള്ളോളം വെട്ടിമുറിച്ചിട്ട്, എൺമണി പ്രായത്തിൽ നിന്നെ മുറിച്ചിട്ട് എന്റെ ശരങ്ങളെ കൊണ്ട് നിന്നെ പൊടി പൊടിയാക്കിയിട്ട്, തിലശഹ നീത്വാ ആത്മയോഗബലേന ഇമാഹ പ്രജാഹ അഹം ധാരയിഷ്യാമി. ആത്മയോഗബലേന, എന്റെ യോഗബലം കൊണ്ട്, എന്റെ യോഗശക്തി കൊണ്ട്, ഇമാഹ പ്രജാഹ, ഈ പ്രജകളെ, അഹം ധാരയിഷ്യാമി, ഞാൻ ധരിക്കും. ഭൂമിയുടെ ആവശ്യമൊന്നുമില്ല, ചുമരില്ലാതെ ചിത്രം വരയ്ക്കും ഞാൻ. നീ വിചാരിച്ചു നീ ഉണ്ടെങ്കിലേ ഇവരെല്ലാം നിലനിൽക്കുന്നുള്ളൂ. നിന്നെ പോലെ 10 ഭൂമി ഉണ്ടാക്കാനുള്ള യോഗബലം എനിക്കുണ്ട്. ഞാൻ വിചാരിച്ചാൽ എത്ര ഭൂമികൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കും. നിന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ എത്ര ഭൂമികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് വഴങ്ങിക്കോ എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുകയാണ്. നീ വിചാരിച്ചു നീ ഇല്ലാതായാൽ ഇവിടെ ആരും ബാക്കി ഉണ്ടാവില്ല, അതാണ് നിന്റെ അഭിമാനം. നിന്റെ അഭിമാനം കയ്യിൽ വെച്ചോ. എന്റെ യോഗബലം കൊണ്ട് ഞാൻ നിന്നെ എള്ളിൻ പ്രായമാക്കിയിട്ട് ഈ പ്രജകളെയൊക്കെ നിർത്തേണ്ട പോലെ ഞാൻ നിർത്തിക്കോളാം. അത് നീ നോക്കേണ്ട ആവശ്യമില്ല, അത് എന്റെ ഡ്യൂട്ടിയാണ്, എനിക്കറിയാമത്. നിന്നെ ആശ്രയിച്ചിട്ടല്ല ഞാൻ ഈ പ്രജകളെ നിലനിർത്തുന്നത്. വളരെ ഗംഭീരനായിട്ട് തന്റെ ശക്തിയെ പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. ത്വാം സ്തബ്ധാം ദുർമദാം നിത്വാമായാഗാം തിലശരൈഹി ആത്മയോഗബലേനേമാ ധാരയിഷ്യാമ്യഹം പ്രജാഃ ഏവം മന്യുമയീം മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാ പ്രാഞ്ജലിഃ പ്രാഹ മഹീ സഞ്ജാതവേബതുഃ. മൈത്രേയ മഹർഷി തുടരുകയാണ്. പൃഥുവിന്റെ വചനങ്ങൾ കഴിഞ്ഞു. അപ്പോ ഏവം, ഇപ്രകാരം, മന്യുമയീ മൂർത്തിം ബിഭ്രതം, മന്യുമയി, ക്രോധരൂപമായിരിക്കുന്ന മൂർത്തിയെ, ഭാവത്തെ, ബിഭ്രതം, ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള, അപ്പൊ ക്രോധം കൊണ്ട് വിറയ്ക്കുന്നതായിട്ടുള്ള ആ ഒരു അവതാരമായിട്ട് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ, ആ പൃഥു ചക്രവർത്തിയെ, തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഏതുപോലെ? കൃതാന്തം ഇവ സ്ഥിതം, കൃതാന്തനെ പോലെ. കൃതാന്തൻ യമൻ. അപ്പോൾ പ്രജകൾക്ക് യമനെ പോലെ തന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആ യമന്റെ ഭാവത്തിൽ നിൽക്കുന്നവനായിട്ടുള്ള, അന്തകനെ പോലെ നിൽക്കുന്നതായിട്ടുള്ള തം, ആ പൃഥുവിനെ പ്രണതാ, പ്രണമിച്ചവളായിട്ട്, നമസ്കരിച്ചവളായിട്ട്, പ്രാഞ്ജലിഹി പ്രാഹ മഹി സഞ്ജാത വേപതുഹു, ആ മഹി, ആ ഭൂമിദേവി സഞ്ജാത വേപതുഹു, വേപതു വിറയൽ, സഞ്ജാത വേപതു വിറയലോടുകൂടി പേടിച്ചു വിറച്ചുകൊണ്ട് ആ മഹി പ്രാഞ്ജലിഹി പ്രാഹ, അഞ്ജലിയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോ ഭൂമിയുടെ ഗർവമെല്ലാം പോയി പേടിച്ച് വിറക്കുകയാണ് ഇവിടെ. താൻ അബദ്ധം ചെയ്തു, താൻ തന്റെ കർത്തവ്യം മറന്നു, തനിക്ക് വീഴ്ച പറ്റി, താൻ അഭിമാനിച്ചു, താനാണ് ഇതെല്ലാം കൊടുക്കുന്നത് എന്ന് വിചാരിച്ചു എന്നൊക്കെ ആ ഭൂമി ദേവിയെ, ആ ദേവിയുടെ തെറ്റിദ്ധാരണകളെ പൃഥു ചക്രവർത്തി മാറ്റിക്കൊടുത്തു. ഏവം മന്യുമയീ മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാ പ്രാഞ്ജലിഃ പ്രാഹ മഹീ സഞ്ജാതവേപതും. ഇനി ആ മഹിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ, ധരാദേവിയുടെ സ്തുതിയാണ്, പ്രാർത്ഥനയാണ് പൃഥു ചക്രവർത്തിയോട്. സാക്ഷാൽ നാരായണനായി കണ്ടുകൊണ്ട്
പൃഥുവിനെ സ്തുതിക്കുകയാണ്. ധരോവാച നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനേ നമസ്വരൂപാനുഭവേന നിർദ്ദുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയേ. പിന്നെ ഒരു 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭൂമിദേവി പൃഥു ചക്രവർത്തിയെ സ്തുതിക്കുന്നു. ഇത് പൃഥു ചക്രവർത്തിയുടെ കോപത്തെ അടക്കാനും ഉള്ളൊരു വഴിയാണ്. അദ്ദേഹവും കോപിച്ചു നിൽക്കുകയാണ്. പൃഥു ചക്രവർത്തി കോപിച്ച് ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ നിൽക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിനും എന്ത് സംഭവിക്കും? ക്രോധം അധികമായാൽ സ്വരൂപ വിസ്മൃതി ഉണ്ടാകും. അതേസമയത്ത് ഇവിടെ സ്തുതിക്കുമ്പോൾ ആരാണ് താൻ എന്നുള്ള ബോധമുണ്ടാവും. ആ പൃഥുവിനെ സാക്ഷാൽ പരബ്രഹ്മമായി നാരായണനായി കൊണ്ടൊക്കെ സ്തുതിക്കുകയാണ്. ആ സ്തുതി കേൾക്കുന്നതായിട്ടുള്ള പൃഥുവിന് ആത്മബോധം ഉണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ആ വികാരങ്ങൾ ഇല്ലാതായി ക്രോധം ശമിച്ച് ആത്മബോധത്തിലേക്ക് അദ്ദേഹവും മടങ്ങും. അങ്ങനെ പൃഥുവിന്റെ കോപവും ഇല്ലാതാവും, ഭൂമിദേവിക്ക് സ്വന്തം കാര്യവും സാധിക്കും. 2 കൂട്ടരും പരസ്പരം ആ ഒരു ഗുണം അനുഭവിക്കുകയാണ് ഈ സ്തുതി കൊണ്ട് എന്ന് പറയുക. അപ്പോ ധരാ ഉവാച, ഭൂമിദേവി സ്തുതിക്കുന്നു. നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ അഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർദ്ദുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയേ. നമഃ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ നമസ്കരിക്കുകയാണ് ആ പൃഥുവിനെ ആരെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങ് ആരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പൊ പരസ്മൈ പുരുഷായ നമഃ മായയാ വിന്യസ്തനാനാതനവേ നമഃ അഗുണാത്മനേ നമഃ സ്വരൂപാനുഭവേന നിർദ്ദുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയേ നമഃ. 4 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് 4 പ്രാവശ്യം നമഃ 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 എന്ന് നമസ്കരിക്കുകയാണ്. അപ്പൊ പരസ്മൈ പുരുഷായ നമഃ, ആ പരമപുരുഷനായിക്കൊണ്ട് എന്റെ നമസ്കാരം. അങ്ങ് ആ പരമപുരുഷനാകുന്നു. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ആദി പുരുഷൻ തന്നെ. അങ്ങേക്ക് മുകളില് അങ്ങേക്കും പരമായിട്ട് വേറൊരാളില്ല. അങ്ങനെയുള്ള പൂർണ്ണ പുരുഷനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ആരാണ്? മായയാ വിന്യസ്ത നാനാ തനവേ. മായ കൊണ്ട്, മായ എന്ന ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് വിന്യസ്ത നാനാ തനവേ, വിശേഷേണ രസിക്കപ്പെട്ട നാനാ ശരീരങ്ങളോട് കൂടിയവനേ എന്ന് പറഞ്ഞാലോ വിവിധ അവതാരങ്ങൾ എടുക്കുന്നവനേ എന്നും അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവാൻ തന്നെ തന്റെ മായ കൊണ്ട് ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാകുന്ന നാനാ തനുക്കളോടുകൂടി നിൽക്കുന്നു. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ്വഭൂമിം വിശ്വതോ കൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. അപ്പൊ വിന്യസ്ത നാനാ തനവേ എന്ന് പറയുമ്പോ സ്വയം ഏകനായ അങ്ങ് തന്നെയാണ് മായ കൊണ്ട് പലതായി നാനാ നാമരൂപങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ പ്രകാശിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു അല്ലെ? ഭൂമിദേവി നേരത്തെ ഇത് ഓർത്തിരുന്നെങ്കിലോ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും സകല ഭൂതങ്ങളും സകല മനുഷ്യരും. അപ്പൊ അവർക്ക് അർഹതപ്പെട്ട ഭക്ഷണം താൻ പിടിച്ചു വെച്ചത് ഭഗവാന് നിവേദ്യം നിഷേധിച്ചതുപോലെയാണ്. ഇതെല്ലാം ഭഗവാനാണെന്ന് നേരത്തെ കണ്ടിരുന്നെങ്കിൽ, ആ ഭൂമിദേവിക്ക് ഭേദബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ ഭൂമിദേവി ഇത് പിടിച്ചു വെക്കില്ലായിരുന്നു. അപ്പൊ ഭൂമിദേവി മറന്നു, ഞാനല്ലാതെ ആരാ അതൊക്കെ പിടിച്ചു വെക്കുക? ഇത് നിന്റെ പണിയല്ല, നീ നിന്റെ പണി ചെയ്താൽ മതി, നിന്നോട് പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാവരെയും അവരുടെ പ്രാണൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം
കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അതാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി. അല്ലാതെ ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം പിടിച്ച് സുരക്ഷിതമാക്കി വെക്കാൻ നിന്നോട് ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അഭിമാനം കൊണ്ടാണ് അത് ചെയ്തത്. അത് ആ തെറ്റ് തിരുത്തുകയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഈ നാനാ രൂപത്തിൽ നിൽക്കുന്നതെല്ലാം അങ്ങാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും കാലം അങ്ങേക്ക് തരേണ്ടതായിട്ടുള്ള നിവേദ്യത്തെ ഞാൻ നിഷേധിച്ചു, എല്ലാം അടക്കി വെച്ചതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും കൂടെയുള്ള ധ്വനി അതിൽ നിന്ന് നമുക്ക് എടുക്കാം. മായ വിന്യസ്ത നാനാ തനവേ അഗുണാത്മനെ, അങ്ങ് മായ കൊണ്ട് ശരീരം എടുക്കുന്നുണ്ടെങ്കിലും അങ്ങ് വാസ്തവത്തില് ഗുണരഹിതമായ സ്വരൂപത്തോടു കൂടിയവനാണ്, ഗുണാതീതനുമാണ്. മായ കൊണ്ട് വിവിധമായി കാണുന്നു, വാസ്തവത്തിൽ പാരമാർത്ഥിക തത്വത്തിൽ അങ്ങയിൽ ഒരു ഗുണങ്ങളും ഇല്ല. സത്വം, രജസ്, തമസ് എന്നൊക്കെയുള്ള ഗുണങ്ങൾ മായ കൊണ്ട് തോന്നുന്നതാണ്, യഥാർത്ഥത്തിൽ പരമാർത്ഥത്തിൽ അങ്ങയിൽ ഇല്ലാത്തതുമാണ്. അങ്ങ് അഗുണാത്മാവാണ്, അങ്ങ് ഗുണാതീതനാണ് എന്നർത്ഥം. അങ്ങനെയുള്ള പരസ്മൈ പുരുഷായ നമഃ. സ്വരൂപാനുഭവേന നിർദ്ദുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ നമഃ. സ്വരൂപാനുഭവേന, അങ്ങയുടെ സ്വരൂപ അനുഭവം കൊണ്ട്, സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപത്തിന്റെ അനുഭവം കൊണ്ട്, നിർദ്ദുതം നിശേഷേണ നശിപ്പിക്കപ്പെട്ടത്, ദൂരീകരിക്കപ്പെട്ടത് എന്നൊക്കെ. എന്താണ് നിർദ്ദുതം? ദ്രവ്യ ക്രിയാ കാരക വിഭ്രമ ഊർമയെ. ദ്രവ്യങ്ങൾ, ക്രിയകൾ, കാരകങ്ങൾ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള ഭേദഭാവം, പല ഭൂമിയിലുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ ദ്രവ്യങ്ങളായിട്ടും അതിൽ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെ ക്രിയകളായിട്ടും അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ കർത്താക്കൾ, അവരെ കാരകങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ വേറിട്ട് കർത്താവ്, കർമ്മം, ക്രിയ, കാരകം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് കാണുന്നു. അത് സ്വരൂപാനുഭവം ഉണ്ടാകുമ്പോൾ ആ ഭേദബുദ്ധി ഇല്ലാതാകുന്നു. സ്വരൂപം ഏകമാണ്, ആ ഏകത്തിൽ ആരോപിതമാണ് ഇതെല്ലാം. ഏകനായ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ ഞാൻ തന്നെ ഒരു ലോകം സൃഷ്ടിച്ചു, അതിൽ ഞാൻ തന്നെ കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ ആയിട്ട് പരിണമിച്ചു. വാസ്തവത്തിൽ അവിടെ കണ്ട ദ്രവ്യങ്ങളും അവിടെ കണ്ട ക്രിയകളും അവിടെ കണ്ട കാരകങ്ങളും എല്ലാം ആരാണ്? ഞാൻ തന്നെയാണ്. എൻ്റെ മനസ്സ് തന്നെയാണ് അതെല്ലാം വിവിധ രൂപങ്ങളെ എടുത്തത്. അതുപോലെ ഈശ്വരൻ തന്നെയാണ് ഇവിടെ പലതായി തീർന്നിരിക്കുന്നത്. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം എന്നിങ്ങനെയൊക്കെ ആയിട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ സ്വരൂപ അനുഭവം ഉണ്ടാകുമ്പോൾ ഈ ഭേദബുദ്ധി ഇല്ലാതാകുന്നു. അതോടുകൂടി ഊർമികളും ഇല്ലാതാകുന്നു. നിർദ്ദുത ഊർമയേ എന്ന് കൂടി ചേർക്കണം. നിർദ്ദുതം നശിച്ചത്. ഊർമി എന്ന് പറഞ്ഞാല് ഷഡൂർമികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആവർത്തിച്ചു വരുന്നതായിട്ടുള്ള വിശപ്പ്, ദാഹം, ക്ഷീണം, രോഗം, മറ്റ് പീഡകളൊക്കെ ആവർത്തിച്ചു വരും. അതിനെയാണ് ഊർമികൾ എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്നതായിട്ടുള്ള ശരീരധർമ്മങ്ങൾ, അതിനാണ് ഊർമികൾ. ജനിക്കുക, മരിക്കുക, അതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന പരിണാമങ്ങൾ പലതും. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, വിനശ്യതി എന്നൊക്കെ ശരീരത്തിന്റെ അവസ്ഥകൾ. ഈ അവസ്ഥകളൊക്കെ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. അപ്പൊ ഈ ആവർത്തന സ്വഭാവമുള്ള ഒന്നും തന്നെ ബാധിക്കാത്ത ആളാണ് ആത്മസ്വരൂപനായ അങ്ങ്, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള അങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഷഡൂർമികളെ നീക്കിക്കളഞ്ഞവൻ അങ്ങ് സ്വരൂപബോധം കൊണ്ട് അങ്ങയിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതിലൂടെ പൃഥുവിനെയും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങിപ്പോ കോപിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കോപം എന്നുള്ളത് ദ്വൈതത്തിലുള്ളതാണ്. കാമമുണ്ടാകുമ്പോഴാണ് ക്രോധമുണ്ടാവുക, അഭിമാനമുണ്ടാകുമ്പോഴാണ് ക്രോധമുണ്ടാവുക. ഇപ്പൊ അങ്ങയ്ക്കും തെറ്റുപറ്റിയോ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ പരസ്പരം. ഇപ്പൊ ഭഗവാന്റെ അവതാരമാണെങ്കിൽ പോലും പൃഥു
സത്വഗുണം അല്ലെങ്കിൽ രജോ ഗുണവും മിശ്രമായിട്ടുള്ള ഒരു അവതാരമാണ്, ക്ഷത്രിയ ഭാവമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ശുദ്ധ സത്വമല്ല പൃഥുവിൻ്റെ അവതാരം. ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ശുദ്ധസത്വങ്ങളായിരിക്കുന്ന അവതാരം പോലെയല്ല മറ്റ് അവതാരങ്ങൾ. ഇവിടെ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ക്ഷത്രിയ ധർമ്മം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മവിസ്മൃതി അല്പമൊക്കെ പ്രകടമാകും. അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്ന ഭാഗത്തും ഇന്ദ്രനോട് കോപിച്ച് ഇന്ദ്രനെ വധിക്കാനായിക്കൊണ്ടൊക്കെ പുറപ്പെടുന്നത്. അതൊക്കെ ഭഗവാൻ തന്നെ ഉപദേശിച്ച് ഇല്ലാതാക്കുകയും ചെയ്യും. സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ച് ഇറങ്ങി വന്ന് ഈ പൃഥുവിന് ഉപദേശം കൊടുക്കുന്നത് കാണാം. അപ്പൊ പൃഥു എന്നുള്ളത് ഒരു പൂർണ്ണാവതാരമല്ല, അംശാവതാരമാണ്. അതിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ ആരോപിക്കുന്നതിൽ തെറ്റില്ല. ഉള്ള ദോഷങ്ങളെ കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ഇല്ലാത്തതുണ്ടാക്കി പറയുന്നില്ല. അദ്ദേഹം പൂർണ്ണനല്ല, അദ്ദേഹത്തിൽ കുറവുകളുണ്ട്, അത് കാണണം നമ്മൾ. അപ്പോഴേ തിരുത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൽ പോലും കുറവുകളുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നമ്മളൊക്കെ ഈശ്വരാവതാരങ്ങൾ തന്നെയാണ്, നമ്മളും ഭഗവാൻ അവതരിച്ചത് തന്നെയാണ്. നമ്മുടെ കുറേ കുറവുകളുണ്ട്. നമ്മൾ കുറേ തമോ ഗുണം കൊണ്ടും രജോ ഗുണം കൊണ്ടും മറക്കപ്പെട്ടവരാണ്. അത്ര മറവില്ല ആരില്? പൃഥുവില്. അത്രേ വേണ്ടു. അപ്പൊ ഇവിടെ പൃഥു ചക്രവർത്തിയെ സ്വന്തം ആത്മബോധത്തിലേക്ക്, സ്വരൂപബോധത്തിലേക്ക് ഉണർത്തുന്നതായിട്ടുള്ള ഒരു സ്തുതി കൂടിയാണ്. അദ്ദേഹം രാജധർമ്മ അഭിമാനം കൊണ്ട് ഭൂമിയെ വിരട്ടിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും, അദ്ദേഹത്തിന്റെ ക്രോധം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും, അദ്ദേഹത്തിനെയും ശാന്തനാക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു സ്തുതിയാണ് ഭൂമിദേവിയുടെ സ്തുതി. നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർദ്ദുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ. അപ്പൊ അങ്ങ് പരബ്രഹ്മമാണ് എന്ന് മറക്കരുത്. അങ്ങയുടെ സ്വരൂപബോധം കൊണ്ട് അങ്ങ് എല്ലാറ്റിനെയും, എല്ലാ ഊർമികളെയും തള്ളിക്കളയണം. അങ്ങ് പരമപുരുഷനാണ്, അങ്ങ് ഗുണാതീതനാണ്, അങ്ങ് മായ കൊണ്ട് വിവിധ രൂപങ്ങളെ ധരിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിദേവിയായ ഞാനും അങ്ങയും തമ്മിലും ഭേദമില്ല. ഞാനും അങ്ങും ഒന്ന് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എന്റെ രൂപവും ധരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തിനാ എന്നോട് കോപിക്കുന്നത്? ഇടത്തെ കണ്ണും അല്ലെങ്കിൽ ഇടത്തെ കയ്യും വലത്തെ കയ്യും തമ്മിൽ കോപിക്കുവോ? പരസ്പരം ശണ്ട കൂടുവോ? പല്ല് നാവിനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് പല്ലൊക്കെ ആരെങ്കിലും തല്ലിക്കൊഴിക്കുകയോ? ഒന്നും ഉണ്ടാവില്ല. ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, പരസ്പരം സ്നേഹിക്കേണ്ടതാണ്, അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ അതുപോലെ അങ്ങയുടെ തന്നെ ഒരു തനുവാണ് ഞാനും. അങ്ങ് എന്നോട് കോപിച്ചാൽ എന്നുള്ള ആ ഒരു അദ്വൈത തത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർദ്ദുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ. യേനാഹമാത്മായതനം വിനിർമ്മിതാ ധാത്രാ യതോയം ഗുണസർഗസംഗ്രഹഃ സയേവ മാം ഹന്തുമുദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കമാശ്രയേ. അത് തന്നെയാ ചോദിക്കുന്നത്. ഏന അഹം ആത്മ ആയതനം വിനിർമ്മിത ധാത്രാ യതഃ അയം ഗുണസർഗസംഗ്രഹഃ സയേവ മാം ഹന്തും ഉദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കം ആശ്രയേ. അപ്പൊ ഏന എന്ന് പറഞ്ഞാൽ അവിടെ ധാത്ര എന്നും കൂടിയുണ്ട്. ഏന ധാത്ര, ഏതൊരു ധാതാവിനാൽ, ഏതൊരു സ്രഷ്ടാവിനാൽ, ഏതൊരു വിധാതാവിനാൽ ആത്മ ആയതനം അഹം വിനിർമ്മിത. ആത്മ ആയതനം എന്ന് പറഞ്ഞാല്
ആത്മാക്കൾക്ക് ആയതനം, ആയതനം വാസസ്ഥാനം. അപ്പൊ സകല ജീവാത്മാക്കൾക്കും സകല പ്രാണിജാലങ്ങൾക്കും വാസസ്ഥാനമായിട്ട് അഹം വിനിർമ്മിത, ഭൂമിയായ ഞാൻ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ഏതൊരു വിധാതാവിനാൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക്, എല്ലാ പ്രാണിവർഗങ്ങൾക്കും വസിക്കുവാനായി ഈ ഞാൻ നിർമ്മിക്കപ്പെട്ടുവോ. യതഃ അയം ഗുണസർഗ സംഗ്രഹ. യതഃ യാതൊന്നിലാണോ, ഏതൊരു ഭൂമിയിലാണോ അയം ഗുണസർഗ സംഗ്രഹ, ഈ ഗുണസർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണവിശേഷങ്ങളായ സർഗങ്ങൾ, സാത്വിക രാജസ താമസ സൃഷ്ടികൾ, സൃഷ്ടിഭേദങ്ങൾ, അതിന്റെ സംഗ്രഹം, അതിന്റെ സമ്യക്കായ ഗ്രഹം, നിലനിൽപ്പ് എന്നർത്ഥമാണ്. അപ്പൊ ഏതൊന്നിലാണ് ഈ 3 ഗുണങ്ങളുമുള്ളതായിട്ടുള്ള സൃഷ്ടിജാലങ്ങൾ നിലനിൽക്കുന്നത്, ആ എന്നെ സ്വരാട് സഹ ഏവ ഉദായുധ മാം ഹന്തും ഉപസ്ഥിത. അങ്ങനെയുള്ള എല്ലാവർക്കും ആശ്രയസ്ഥാനമായ എന്നെ സ്വരാട് എന്ന് പറഞ്ഞാൽ സ്വയം രാജിക്കുന്നവൻ, സ്വപ്രകാശ സ്വരൂപൻ, സ്വതന്ത്രൻ, ശക്തൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ആ സ്വതന്ത്രനും ശക്തനുമായിട്ടുള്ള സഹയേവ, ആ അവൻ തന്നെ എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടികർത്താവ് തന്നെ, ഉദായുധ ഉയർത്തിപ്പിടിച്ച ആയുധവുമായിട്ട്, ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാം ഹന്തും ഉപസ്ഥിത, എന്നെ കൊല്ലാനായിട്ട് ഇതാ പുറപ്പെട്ടിരിക്കുന്നു, എന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ആരെ ശരണം പ്രാപിക്കും? അന്യം കം ശരണമാശ്രയേ, അന്യനായിട്ടുള്ള ഏതൊരുവനെ പിന്നെ ഞാൻ ശരണം പ്രാപിക്കും? അപ്പൊ എന്നെ നിർമ്മിച്ച ആള് തന്നെ ഇപ്പൊ എന്നെ കൊല്ലാനായിട്ട് പുറപ്പെട്ടാൽ പിന്നെ ഞാൻ ആരെ ശരണം പ്രാപിക്കും എന്ന് താല്പര്യം. അങ്ങ് എന്തിനാണ് എന്നെ നിർമ്മിച്ചത്? മറ്റ് ജീവാത്മാക്കൾക്കെല്ലാം വാസസ്ഥാനം കൽപ്പിക്കാൻ വേണ്ടി, എല്ലാ ഗുണസൃഷ്ടികളും നടത്താൻ വേണ്ടി, അതിനൊക്കെ അടിസ്ഥാനമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള എന്നെ സൃഷ്ടിച്ചാളായ അങ്ങ് തന്നെ. അപ്പൊ ഇവിടെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും ഈ പൃഥുവും തമ്മിൽ ഭേദമില്ലാതെ എല്ലാം പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ വിഭൂതികളായി തന്നെ കാണുന്നത്. ഒരേ ഭഗവാൻ തന്നെ ബ്രഹ്മദേവനായതും അതേ ഭഗവാൻ തന്നെ പൃഥു ചക്രവർത്തിയായും കണ്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ആ അങ്ങ് തന്നെയാണ് ഇവിടെ എന്നെ കൊല്ലാൻ പുറപ്പെട്ടത്. അപ്പൊ ഞാൻ പിന്നെ ആരെ ശരണം പ്രാപിക്കും? അപ്പൊ ഭഗവാനായ അങ്ങ് കോപിച്ചാൽ പിന്നെ എനിക്ക് വേറൊരു ഗതിയും ഇല്ല, അന്യനായിട്ടുള്ള ഒരാള് രക്ഷയില്ല. അതുകൊണ്ട് അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. വേറൊരാളെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. സ്വതന്ത്രനായിരിക്കുന്ന വേറൊരാളെ ആശ്രയിക്കാതെ ഇതെല്ലാം ചെയ്യുന്ന അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങ് എന്റെ നേരെ കോപിക്കരുത്. അങ്ങ് എന്നെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് ഞാൻ ചെയ്തോളാം, അതിനിതാ വഴങ്ങാൻ തയ്യാറാണ് എന്നുള്ള തന്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവാന്റെ മഹിമയും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പൃഥുവിനെ സാക്ഷാൽ ഭഗവാനായിക്കൊണ്ട് തന്നെ വർണ്ണിച്ചു. യേനാഹമാത്മായതനം വിനിർമ്മിത ധാത്രായതോയം ഗുണസർഗ സംഗ്രഹ സയേവ മാം ഹന്തുമുദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കമാശ്രയേ. യേതദാദൗ അസൃജച്ചരാചരം സ്വമായയാത്മാശ്രയയാ വിതർക്യയാ തയൈവ സോയം കില ഗോപ്തുമുദ്യതഃ കഥം नु മാം ധർമ്മപരോ ജിഗാംസതി. അപ്പോ എന്നെ പാലിക്കേണ്ട അങ്ങ് തന്നെ എന്റെ സംഹർത്താവാകുകയാണോ എന്നതാണ് ഈ ചോദ്യത്തിലെ ധ്വനി. വേലി തന്നെ വിളവ് തിന്നുകയാണോ എന്ന് ചോദിക്കും പോലെ എന്നെ രക്ഷിക്കേണ്ട അങ്ങ് എന്നെ വധിക്കുവാൻ പുറപ്പെടുകയാണോ എന്ന് തന്നെ വീണ്ടും ചോദിക്കുന്നു. അപ്പോ യഹ ഏതത് ആദൗ അസൃജത് ചരാചരം സ്വമായയാ ആത്മാശ്രയയാ അവിതർക്യയാ. യഹ ഏതൊരുവനാണോ, ഏതത് എന്ന് പറഞ്ഞാൽ ഏതത് ചരാചരം, ഈ ചരാചരാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തെ ആദൗ അസൃജത്, ആദിയിൽ സർജിച്ചത്, ആരാണോ ഇതെല്ലാം സൃഷ്ടിച്ചത്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്വമായയ, തന്റെ തന്നെ മായ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഈ മായ ആരെ ആശ്രയിച്ചായിരിക്കണം? ആത്മാശ്രയ, തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന, ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന അവിതർക്യയാ മായ, സ്വമായ,
ഈ മായയെക്കുറിച്ച് അവിതർക്യ എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ പറ്റാത്തവൾ. എന്താണ് ഈ മായയുടെ സ്വരൂപം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നതാണ് എന്ന് നിശ്ചയിച്ച് പറയാൻ പറ്റാത്തൊരു വസ്തുവാണ് മായ. ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനംഗാപ്യുഭയാത്മികാനോ മഹാത്ഭുതാ നിർവചനീയ രൂപ. മഹാത്ഭുത അനിർവചനീയ രൂപ. ഇന്നതാണെന്ന് നിർവചിക്കാൻ പറ്റുന്നതല്ല ഈ മായയുടെ സ്വരൂപം. അത് സത്താണെന്നോ അസത്താണെന്നോ സത്തസത്താണെന്നോ പറയാൻ പറ്റില്ല. സത് നാഭി അസത് നാഭി ഉഭയാത്മികാനാ അഭി സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനംഗാപ്യുഭയാത്മികാനോ അല്ല ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ. അത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നയാണോ അഭിന്നയാണോ ഭിന്നാഭിന്നയാണോ എന്നും പറയാൻ പറ്റില്ല. സാംഗാഭി അനംഗാഭി ഉഭയാത്മികാനോ. മായ അംഗങ്ങളോടുകൂടിയതാണോ അംഗരഹിതയാണോ ഉഭയാത്മികയാണോ എന്നും പറയാൻ പറ്റില്ല. ഇന്നത് എന്ന് നിശ്ചയിച്ച് പറയാൻ പറ്റാത്ത അനിർവചനീയ രൂപയാണ് ഈ മായ. എന്നാൽ മായയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ട് താനും. ഇല്ലാത്തത് എന്ന് പറയാൻ പോയാൽ അത് സ്ഥാപിക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോ അനുഭവമുണ്ട്. അതിങ്ങനെയുള്ള എന്താ പറയുക, അവിതർക്കയാ, ബുദ്ധി കൊണ്ട് തർക്കം ചെയ്ത് ചിന്ത ചെയ്ത് വിമർശനം ചെയ്ത് ഇന്നത് എന്ന് നിരൂപിക്കാൻ പറ്റാത്ത ആ ഒരു അനിർവചനീയമായിട്ടുള്ളൊരു ശക്തിയാണ് മായ. ആ മായ കൊണ്ട് അവിതർക്കയാ ആത്മാശ്രയാസ്വമായയാ യഹ ഏതത് ചരാചരം ആദൗ അസൃജത്. ഏതൊരു ഭഗവാൻ ആദിയിൽ ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തെ തന്റെ തന്നെ മായ കൊണ്ട് സൃഷ്ടിച്ചുവോ തയായേവ സോയം കില ഗോപ്തും ഉദ്യതഃ. സോയം സഹായം, അതേ ആള് തന്നെ, അതേ ഭഗവാൻ തന്നെ തയായേവ ആ ശക്തി കൊണ്ട് തന്നെ, ആ മായാശക്തി കൊണ്ട് തന്നെയാണ് ഗോപ്തും ഉദ്യതഃ, അതിനെ ഗോപനം ചെയ്യുവാൻ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുവാനും പുറപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷകനും. തന്റെ മായ കൊണ്ട് തന്നെയാണ് പല രൂപങ്ങളെടുത്ത് ഭഗവാൻ രക്ഷിക്കുന്നത്. വിഷ്ണുവായും രാജാക്കന്മാരായും അഷ്ടദിക്പാലകന്മാരായും ഒക്കെ ഈ ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാൻ തന്നെ പലതാക്കി തീർത്തിരിക്കുന്നു. അപ്പോ അതേ ഭഗവാൻ തന്നെ സ്വയം തയായേവ ഗോപ്തും ഉദ്യതഃ, ആ മായ കൊണ്ട് തന്നെ ഇതിനെ രക്ഷിക്കുവാൻ പുറപ്പെട്ടിരിക്കുന്നു, ഉത്സാഹിക്കുന്നു. അങ്ങനെയുള്ള ധർമ്മപരഃ ഭവാൻ കഥം നു മാം ജിഗാംസതി. ധർമ്മപരൻ, അങ്ങനെ ധർമ്മത്തിൽ പരനായിരിക്കുന്ന തൽപരനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ് ധർമ്മം. അപ്പൊ ലോക നിലനിൽപ്പിനായിക്കൊണ്ട് പരിശ്രമിക്കുന്ന അങ്ങ് തന്നെ ഭവാൻ കഥം നു എങ്ങനെയാണ് മാം ജിഗാംസതി എന്നെ ഹനിക്കാൻ ഇച്ഛിക്കുന്നത്, എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാലകൻ ആയിട്ടുള്ള അങ്ങ് തന്നെ സ്വയം സംഹർത്താവാകുകയാണോ? പാലനമല്ലേ അങ്ങയുടെ ലക്ഷ്യം, പിന്നെ എന്നെ സംഹരിച്ചാലോ? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വധിക്കരുത്. അങ്ങയുടെ ഉദ്ദേശം പാലനമാണെങ്കിൽ അത് നടക്കണമെങ്കിൽ ഞാനും സഹകരിക്കാം, ഞാനും എൻ്റെ റോൾ നടത്തിത്തരാം. അതുകൊണ്ട് എന്നെ വധിക്കരുത് എന്നുള്ള മട്ടില് ദീനയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. യേതദാദൗ അസൃജച്ചരാചരം സ്വമായയാത്മാശ്രയയാ വിതർക്യയാ തയൈവ സോയം കില ഗുപ്തുമുദ്യതഃ കഥം नु മാം ധർമ്മപരോ ജിഗാംസതി. നൂനം വദേശസ്യ സമീഹിതം ജനൈഃ തന്മായയാ ദുർജയയാ കൃതാത്മഭിഃ ന ലക്ഷ്യത്തെ യസ്ത്വകരോത് അകാരയത് യോ അനേക ഏകഃ പരതശ്ച ഈശ്വരഃ. ഭഗവാന്റെ ഇംഗിതം, ഭഗവാന്റെ ഇച്ഛ അത് എന്താണെന്ന് ആർക്കറിയാൻ കഴിയും? അകൃതാത്മഭിഹി,
ആത്മാവിനെ അറിയാത്തതായിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിയുകയില്ല. അപ്പൊ ഞാനും അങ്ങയുടെ ഇച്ഛ അറിയാതെയൊക്കെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്കും എന്നോട് ക്ഷമിക്കുക. ആർക്കറിയാൻ കഴിയുക അങ്ങയുടെ ഇച്ഛ എന്നാണ് ഇവിടെ പറയുന്നത്. നൂനം ബദ ഈശസ്യ സമീഹിതം ജനൈഹി തന്മായയാ ദുർജയയാ അകൃതാത്മഭിഹി ന ലക്ഷ്യത്തെ. അപ്പൊ ആ ഈശസ്യ സമീഹിതം, ഈശനായ ഭഗവാന്റെ സമീഹിതം, സമീഹിതം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ ഇച്ഛ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹം എന്താണ് ഇച്ഛിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം, ആ കാര്യത്തെ ദുർജയയാ തന്മായയാ അകൃതാത്മഭിഹി, ജയിക്കാൻ പ്രയാസമേറിയതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മായ കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കാത്തതായിട്ടുള്ള അറിയാതിരിക്കുന്ന ജനൈഹി ന ലക്ഷ്യത്തെ, ജനങ്ങളാൽ ലക്ഷീകരിക്കാൻ പറ്റില്ല, അറിയപ്പെടാനാവില്ല. നൂനം ബദ, ആശ്ചര്യം. അതൊരു ആശ്ചര്യം തന്നെയാണ്. അങ്ങയുടെ ഇംഗിതം എന്താണെന്ന് മൂഢജനങ്ങൾക്ക്, ആത്മാവിനെ അറിയാത്ത, തത്വം അറിയാത്തതായിട്ടുള്ള മൂഢജനങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല. ആ ഭഗവാനെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ് യഹ തു അകരോത് അകാരയത് യോ അനേകഃ ഏകഃ പരതശ്ച ഈശ്വരഃ. യഹ ഈശ്വരഃ, ഏതൊരു ഈശ്വരൻ, ഏകഃ, അദ്ദേഹം സ്വയം ഏകനാണ്, പരതഃ അനേകഃ, എന്നാൽ അദ്ദേഹം പരശബ്ദം കൊണ്ട് ഇവിടെ മായ എന്നർത്ഥം. അപ്പൊ മായ കൊണ്ട് അനേകനായും കാണപ്പെടുന്നു. ഏതൊരു ഈശ്വരനാണോ സാക്ഷാത് ഏകനായിരിക്കുന്നത്, അദ്ദേഹം തന്നെ മായ കൊണ്ട് പലതായി കാണപ്പെടുന്നു. അങ്ങനെ ഏതൊരുവനാണോ യഹ അകരോത് അകാരയത്, ഏതൊരുവൻ ആദിയിൽ ഈ പ്രപഞ്ചത്തെ, അതിന്റെ നിർമ്മാണ സാമഗ്രികളെയൊക്കെ അകരോത്, അകരോന്ന് പറഞ്ഞാൽ ചെയ്തു, ചെയ്യിച്ചു, നിർമ്മിച്ചു, അകാരയത് പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അതിനെ നിർമ്മിപ്പിച്ചു. അപ്പൊ ഭഗവാൻ ആദ്യം സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള തത്വങ്ങളെ, റോ മെറ്റീരിയൽസ് ഒക്കെ ഭഗവാൻ തന്നെ ഉണ്ടാക്കി. നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കണ്ടതാണ്. 24 തത്വങ്ങൾ തന്നിൽ നിന്ന് ഭഗവാൻ തന്നെ നിർമ്മിച്ചതും പിന്നീട് അതിനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട്, ബ്രഹ്മാവിനെ കൊണ്ടും പ്രജാപതിമാരെ കൊണ്ടും ആ സൃഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ളത്. അതാണ് അകാരയത്. അകാരയത് നിർമ്മിപ്പിക്കുക, സൃഷ്ടി വർദ്ധിപ്പിക്കുക. അപ്പൊ ഭഗവാൻ സ്വയം ഏകനായ ഭഗവാൻ മായ കൊണ്ട് പലതായി തീർന്ന് ഈ പലതിനെ നിർമ്മിച്ചു, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് നിർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ തന്നെ തന്റെ ഇച്ഛ കൊണ്ടാണ് മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും നിയന്താവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സമീഹിതം, അദ്ദേഹത്തിന്റെ ഇഷ്ടം, ഇച്ഛ, ഇംഗിതം എന്താണെന്ന് മായയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന മൂഢജനങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. ആർക്ക്? മൂഢജനങ്ങൾക്ക് അറിയാൻ കഴിയില്ല. മായ കൊണ്ട് ബാധിതരായിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയില്ല. ആ മായയെ ജയിച്ച മഹാത്മാക്കൾക്ക്, ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ച, ഒന്നായി തീർന്ന ആത്മസ്വരൂപികളായിരിക്കുന്ന അവർക്ക് മാത്രമേ ഭഗവാന്റെ ഇച്ഛ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ അങ്ങയുടെ ഇച്ഛ അറിയാത്ത ഞാൻ എന്റെ തോന്നിയവാസം എന്തോ കാണിച്ചു. നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നിയവാസങ്ങൾ കാണിക്കാറുണ്ട്. തോന്നിയവാസം കാണിച്ചാൽ അടി കിട്ടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്താൽ മതി, അധികം ഒന്നും ചെയ്യാനില്ല. ഓരോരുത്തർക്കും സ്വകർമ്മണ തമഭ്യർച്ച്യ. നമ്മളാണ് ഈ ലോകത്തെ മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്ത വെടിയുക. പല്ലി ഉത്തരം താങ്ങുന്നത് പോലെയാണ് നമ്മളുടെ ഈ ലോകത്തിലുള്ള റോളുകൾ. നമ്മളില്ലെങ്കിലും ഈ ലോകം അതിഭംഗിയായിട്ട് മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒരു എന്താ പറയുക, മണൽ തരിയുടെ പ്രാധാന്യം പോലും ഈ ലോകത്തിൽ നമുക്കില്ല. ആ വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്
എങ്കിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്തവ്യങ്ങൾ ഈശ്വര ആരാധനയാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം. അതാണ് ഇവിടെ ഓരോ വരികളിലും സൂക്ഷ്മമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വകർമ്മണാ തമഭ്യർച്ച്യ യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി, ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, എല്ലാറ്റിലും വ്യാപിച്ചുകൊണ്ട് ആരാണോ ഇതിന്റെ മുഴുവൻ ഈശനായി നിയാമകനായി ഇതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അവനെ അറിഞ്ഞ് നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന റോൾ വളരെ മനോഹരമായിട്ട് അവനുള്ള ആരാധനയാക്കി മാറ്റുക. അഭിമാനമില്ലാതെ ഞാനാണ് ചെയ്യുന്നത് എന്ന് കരുതാതിരിക്കുക. ഞാനെന്നും എൻ്റേതെന്നുമുള്ളതായിട്ടുള്ള ഭ്രമം വെടിയുക. ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പൊ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ അദ്ദേഹത്തിന്റെ ഇച്ഛ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് അത് കേൾക്കാറില്ല. അഹങ്കാരം ഭഗവാന്റെ ശബ്ദത്തെ നിശബ്ദമാക്കുന്നു. നമ്മുടെ അന്തരാത്മാവായി മനസ്സാക്ഷിയായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട്, ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ ചെയ്യാവൂ എന്ന്. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. നമ്മുടെ അഭിമാനം കൊണ്ട് നമ്മൾ തോന്നിയവാസം ചെയ്യുന്നു. അപ്പൊ പിന്നെ കുറെ കഴിയുമ്പോൾ ശബ്ദം കേൾക്കാതെയാവും. തോന്നിയവാസികളായിട്ട് മാറിയാൽ ഭഗവാന്റെ ശബ്ദം ഒട്ടും കേൾക്കാതെയാവും. ചെവി അടഞ്ഞു പോകും. നമുക്ക് അങ്ങനെ ചെവി അടഞ്ഞവരാവാതെ നല്ലോണം ഭഗവാൻ എന്താ പറയണത് എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഭഗവാന്റെ ശബ്ദം, സൂക്ഷ്മമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്നിട്ട് ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാം. അപ്പപ്പോ ആജ്ഞ തരുന്നുണ്ട്, ഓർക്കുക. നൂനംബദേശസ്യ സമീഹിതം ജനൈഃ തന്മായയാ ദുർജയയാ കൃതാത്മഭിഃ ന ലക്ഷ്യത്തെ യസ്ത്വകരോദകാരയത് യോ അനേക ഏകഃ പരതശ്ച ഈശ്വരഃ. സർഗാദിയോസ്യോനുരുണദ്ദി ശക്തിഭിഃ ദ്രവ്യക്രിയാകാരകചേതനാത്മഭിഃ തസ്മൈ സമുന്നദ്ദ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേദസേ. സർഗാദിയോസ്യാനുരുണദ്ദി ശക്തിഭിർദ്രവ്യക്രിയാകാരകചേതനാത്മഭിഃ തസ്മൈ സമുന്നദ്ദ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേദസേ. ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത്. അങ്ങനെ തന്നിൽ തന്നെ പ്രകടിപ്പിക്കുന്നതും അടക്കപ്പെട്ടതുമായിട്ടുള്ള ശക്തികളോട് കൂടിയവൻ ആയിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നതാണ് ഇതിലെ സാരം. ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ദ്രവ്യ ക്രിയാ കാരക ചേതനാത്മഭിഃ ശക്തിഭിഃ അസ്യ സർഗാദി യഹ അനുരുണദ്ധി. യഹ ഏതൊരുവൻ അനുരുണദ്ധി. അനുരുണദ്ധി എന്നുള്ളത് വേണ്ടതുപോലെ ചെയ്യുന്നു, അനുരോധനം ചെയ്യുന്നു, ഇതിനെ നിലനിർത്തുന്നു, കെട്ടിപ്പൊക്കി നിലനിർത്തുന്നു എന്നൊക്കെ അർത്ഥമാണ് ഈ പ്രപഞ്ചത്തെ. അപ്പൊ എന്തൊക്കെ കൊണ്ട്? ദ്രവ്യ ക്രിയാ കാരക ചേതന ആത്മഭി. ദ്രവ്യങ്ങൾ, ക്രിയകൾ, കാരകങ്ങൾ, ചേതനമായ ആത്മ, ഈ രൂപത്തിലിരിക്കുന്ന ശക്തിഭിഹി, ശക്തികളെ കൊണ്ട്. അപ്പൊ പലതായി തന്നെ പലതായി പിരിച്ചിരിക്കുകയാണ്. താൻ തന്നെയാണ് ദ്രവ്യങ്ങളായിരിക്കുന്നത്, താൻ തന്നെയാണ് ക്രിയാരൂപത്തിലിരിക്കുന്നത്, താൻ തന്നെയാണ് കാരകന്മാര്, താൻ തന്നെയാണ് ചേതന ആത്മാവ് എന്നിങ്ങനെയെല്ലാം ആയിരിക്കുന്നത്. അങ്ങനെയുള്ള തന്റെ തന്നെ ശക്തികളെ കൊണ്ട് അസ്യ സർഗാദി യഹ അനുരുണദ്ധി. ഈ അസ്യ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സർഗം മുതലായവ, സർഗം സ്ഥിതി സംഹാരം, സർഗാദി കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ആരാണോ നന്നായി ചെയ്യുന്നത്, ഭംഗിയായി ചെയ്യുന്നത്.
ഭഗവാൻ തന്നെയാണ് ഇതിനെല്ലാം എല്ലാം മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതാണ് ദ്രവ്യക്രിയാ കാരക ചേതനാത്മഭിഹി ശക്തിഭിഹി അസ്യ സർഗാദി യഹ അനുരുണദ്ദി. അങ്ങനെയുള്ള സമുന്നദ്ധ നിരുദ്ധ ശക്തയേ വേദസേ തസ്മൈ പരസ്മൈ പുരുഷായ നമഃ. നമസ്കാരമാണ് ഇവിടെ. ആ നമസ്കാരം പറയുമ്പോൾ ആർക്കാണ് നമസ്കാരം? ആ ആളെ ചതുർത്ഥിയിൽ പറയണം. അപ്പൊ അതാണ് സമുന്നദ്ധ നിരുദ്ധ ശക്തയേ നമഃ, പരസ്മൈ പുരുഷായ നമഃ, വേദസേ നമഃ. 3 വിശേഷണങ്ങളാണ് ഇവിടെ ഭഗവാനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു നമസ്കാരം എന്ന് പറഞ്ഞു. ഇപ്പൊ സമുന്നദ്ധ നിരുദ്ധ ശക്തയേ. സമുന്നദ്ധം എന്ന് പറഞ്ഞാൽ സമ്യക്കായി ഉന്നദ്ധം, പ്രകടമാകുന്നത് എന്നർത്ഥമാണ്. പുറത്തേക്ക് പ്രകടമാകുന്നത് ഉന്നദ്ധം, ഉത്കടമായത്, പ്രകടമായത് എന്നൊക്കെ അർത്ഥമാണ് സമുന്നദ്ധം. നിരുദ്ധം എന്ന് പറഞ്ഞാലോ അടക്കപ്പെടുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ തന്റെ ശക്തിയെ സമുന്നദ്ധവുമാക്കുന്നു, നിരുദ്ധവുമാക്കുന്നു. പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു, മറയ്ക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്ക് വേണ്ടി എല്ലാം പ്രകടിപ്പിക്കുന്നു, സംഹാര സമയത്ത് എല്ലാറ്റിനെയും തന്നിലേക്ക് അടക്കുകയും ചെയ്യുന്നു. ഇവിടെ ശക്തികൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ദ്രവ്യക്രിയാകാരക ചേതനകളൊക്കെ തന്നെയാണ്. ഇവയെ തന്നിൽ നിന്ന് തന്നെ ഉൾക്കടമാക്കി പ്രകടിപ്പിക്കുന്നു, തന്നിലേക്ക് തന്നെ നിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വേദസേ, വേദാവായിരിക്കുന്ന, നിയന്താവായിരിക്കുന്ന, സൃഷ്ടികർത്താവായിരിക്കുന്ന, അന്തര്യാമിയായിരിക്കുന്ന തസ്മൈ പുരുഷായ നമഃ, ആ പരമപുരുഷനായിക്കൊണ്ട് എന്റെ നമസ്കാരം. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചതും അങ്ങ് തന്നെ, പരിപാലിക്കുന്നതും അങ്ങ് തന്നെ, സംഹരിക്കുന്നതും അങ്ങ് തന്നെ, അതിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്തതും അങ്ങ് തന്നെ. അപ്പൊ എല്ലാം അങ്ങയുടേതാണ്. അങ്ങയുടേതല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ. ഈ ഞാനടക്കം, സ്തുതിക്കുന്ന ഞാനടക്കം അങ്ങയുടേതാണ്. അപ്പൊ അങ്ങ് മാത്രമാണ് സത്യം. ആ അങ്ങയിലേക്ക് ഞാൻ എന്നെ നമഃ സമർപ്പിക്കുന്നു. നമസ്കാരം കൊണ്ട് ഭേദഭാവം ഇല്ലാതാക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഞാൻ അങ്ങയിൽ സറണ്ടർ ചെയ്യുന്നു. എന്റെ അഹങ്കാരം, എന്റെ അഭിമാനം വെടിഞ്ഞ് ഞാനും അങ്ങും ഒന്നാണെന്നുള്ള ഭാവത്തിലേക്ക് ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ എല്ലാം അങ്ങ് തന്നെയാണെന്നുള്ള ആ ഒരു ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ പരമ സത്യത്തെ സ്തുതിക്കുകയാണ്. അതിനെ സത്യം പരം ധീമഹി എന്ന് പറയുകയാണ് ഇവിടെ. സർഗാദിയോസ്യാനുരുണദ്ധി ശക്തിഭിർ ദ്രവ്യക്രിയാകാരക ചേതനാത്മഭിഃ തസ്മൈ സമുന്നദ്ധ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേദസേ. സ വൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യൻ അജമാം രസാതലാത് അഭ്യുജ്ജഹാരാംബസ ആദിസൂകരഃ. ഭൂമിദേവിക്ക് വരാഹമൂർത്തിയെ സ്മരിക്കാതിരിക്കാനാവില്ല. താൻ ഹിരണ്യാക്ഷനാൽ രസാതലത്തിലേക്ക് അല്ലെങ്കിൽ ജലത്തിലേക്ക് ആഴ്ത്തപ്പെട്ടപ്പോൾ തന്നെ ഉദ്ധരിച്ചത്, തന്നെ രക്ഷിച്ചത് ആ വരാഹമൂർത്തിയാണ്. അപ്പൊ ആ വരാഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് പറയണം. അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? പണ്ട് അങ്ങ് തന്നെയല്ലേ എന്നെ രക്ഷിച്ചത്, അങ്ങനെയുള്ള അങ്ങ് തന്നെ ഇപ്പൊ എന്നെ ശിക്ഷിക്കാൻ പാടുള്ളതാണോ? അപ്പൊ അങ്ങയുടെ അന്നത്തെ പ്രവൃത്തി വൃഥാവിലായി പോവില്ലേ? അല്ലെ? രക്ഷിച്ച ആള് തന്നെ അതേ രക്ഷിക്കപ്പെട്ട ആളെ വീണ്ടും നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ രക്ഷിച്ചത്, മെനക്കെട്ടത് എന്തിനാ എന്ന മട്ടില് ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പഴയ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. അന്ന് എന്നെ രക്ഷിച്ചത് വരാഹമൂർത്തിയായ അങ്ങ് തന്നെയാണ്. അങ്ങ് എന്നെ വീണ്ടും രക്ഷിക്കണം, എന്നെ പരിപാലിക്കണം എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. അപ്പോ സ വൈ ഭവാൻ ആത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യൻ അജമാ രസാതലാത് അഭ്യുജ്ജഹാരാംബസ ആദിസൂകരഃ. ഹേ വിഭോ, സർവസമർത്ഥനായിരിക്കുന്നവനെ, സർവശക്തനായിരിക്കുന്നവനെ വിഭോ, ആത്മവിനിർമ്മിതം, അങ്ങയാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം,
ജഗത്, ഈ ജഗത്ത് എന്തൊക്കെയാണത്? ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും അടങ്ങിയതാണ്. പഞ്ചഭൂതങ്ങൾ, അതിന്റെ തന്മാത്രകൾ, അതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, അതുപോലെ 4 അന്ധക്കരണങ്ങൾ. അപ്പൊ ഇങ്ങനെ 24 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ജഗത്ത്. ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും കൊണ്ട് അതിന്റെ സ്വരൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ഈ ജഗത്ത് സംസ്ഥാപയിഷ്യൻ, സമ്യക് സ്ഥാപയിഷ്യൻ, നന്നായി ഉറപ്പിച്ചു നിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഹേ അജ, ജന്മരഹിതനായിരിക്കുന്നവനെ ഭഗവാനെ, സഹ ഭവാൻ വൈ മാം രസാതലാത് അംബസഹ ആദിസൂകരഃ അഭ്യുജ്ജഹാര. അതേ അങ്ങ് തന്നെ, സഹ ഭവാൻ വൈ, അതേ ഭഗവാൻ തന്നെ, മാം എന്നെ, രസാതലാത് അന്ന് രസാതലത്തിലേക്ക് ആണ്ടുപോയ, അംബസഹ ആ ജലത്തിൽ നിന്ന്, അംബസിൽ നിന്ന്, പാതാള ജലത്തിൽ നിന്ന്, ആദിസൂകരഃ ആദിസൂകരമായിട്ട്, ആദിവരാഹമൂർത്തിയായിട്ട്, അഭ്യുജ്ജഹാര അഭ്യുജ്ജഹാര അഭി ഉജ്ജഹാര എന്നെ നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ എന്നെ വെള്ളത്തിൽ ആണ്ടുപോയ, രസാതലത്തിലേക്ക് ആണ്ടുപോയ എന്നെ പണ്ടങ്ങ് വരാഹമൂർത്തിയായി ആദിസൂകരമായി വന്ന് ഉയർത്തിപ്പിടിച്ചതല്ലേ? അങ്ങനെയുള്ള അങ്ങയ്ക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളത് എന്താണ്? അപ്പോ ഞാനും അത് മറന്നുപോയിട്ടോ? അങ്ങയ്ക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങ് എവിടെ ഈ പ്രജകളെയൊക്കെ നിലനിർത്തും എന്നുള്ളൊരു വെഡ്ഡിത്തരം ഞാൻ ചോദിച്ചു. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ തന്നെ വെള്ളത്തിൽ ആണ്ടുപോയപ്പോ എന്നെ ഉയർത്തിയത് അങ്ങാണ്. അങ്ങനെയുള്ള ലീല ചെയ്ത അങ്ങയ്ക്ക് എന്തു തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ എന്താ പറയുക, അവിവേകം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള അങ്ങ് ആദിവരാഹമൂർത്തിയായിട്ട് എന്നെ അന്ന് രക്ഷിച്ചു. അതിൻ്റെ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. വീണ്ടും അങ്ങയോട് ശരണം പ്രാപിക്കുന്നു. അങ്ങ് എന്നെ വധിക്കരുത്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ താല്പര്യം. സവൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യൻ അജ മാം രസാതലാത് അഭ്യുജ്ജഹാരാംബസ ആദിസൂകരഃ അപാം ഉപസ്ഥേ മയി നാവ്യവസ്ഥിതാഃ പ്രജാഭവാനദ്യരിരക്ഷിഷു കില സവീരമൂർത്തി സമഭൂദ്ധരാധരോ യോ മാം പയസ്യുഗ്രസരോജിഗാംസസി. സഹ ധരാധരഃ ഭവാൻ, അന്ന് ഭൂമിയെ ധരിച്ചവനായ വരാഹമൂർത്തിയായ അങ്ങ്. ധരാധരൻ എന്നാൽ ധരയെ ധരിച്ചവൻ, ഭൂമിയെ ധരിച്ചവൻ വരാഹമൂർത്തി. അപ്പൊ അങ്ങനെയുള്ള ആ ഭൂധരമൂർത്തിയായ വരാഹമൂർത്തിയായ അങ്ങ്, ധരാധരഃ ഭവാൻ, അദ്യ ഇന്നിപ്പോൾ, അപാം ഉപസ്ഥേ മയി നാവി അവസ്ഥിതാഃ പ്രജാഃ രിരക്ഷിഷുഃ. അപാം ഉപസ്ഥേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത്, വെള്ളത്തിന്റെ ഉപരിഭാഗത്ത്, ജലോപരിഭാഗത്ത്, മയി നാവി നാവമായിരിക്കുന്ന എന്നിൽ, ഞാനൊരു നാവമാണ്, കപ്പലാണ്. ആ കപ്പലായ എന്നിൽ അവസ്ഥിതാഃ പ്രജാഃ, എന്നിൽ സ്ഥിതി ചെയ്യുന്ന, കപ്പലാകുന്ന എന്നിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള പ്രജകളെ രക്ഷിഷു രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് വീരമൂർത്തി, വീരഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, വില്ലേന്തിക്കൊണ്ട് സമഭൂത് സംഭവിച്ചിരിക്കുന്നു. ഉഗ്രശരഃ യഃ, ഉഗ്രമായ ശരത്തോടു കൂടിയവനായിട്ടുള്ള ഏതൊരു അങ്ങ്, പയസി മാം ജിഗാംസസി, ഈ വെള്ളത്തിൽ എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പയസി പാലിന് വേണ്ടി എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. അപ്പോ എന്നെ എന്താ പറയുക, എന്നിലുള്ള പോഷകമായിരിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അന്നം, അത് തന്നെയാണ് ഇവിടെ പാല്, അത് ലഭിക്കാത്തത് കൊണ്ട് എന്റെ നേരെ കോപം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ കൊല്ലാനായിക്കൊണ്ട് ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് ഈ പ്രജകൾക്ക് മുഴുവൻ നാവമായിരിക്കുന്നത്, എന്നിലാണ് അങ്ങ് ഈ പ്രജകളെയൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് വീരമൂർത്തിയായിട്ടിപ്പോ എന്നെ ഉഗ്രശരനായിട്ട് കൊല്ലാൻ പുറപ്പെട്ടിരിക്കുന്നു, അല്പം പയസ്സിന് വേണ്ടിയിട്ട്.
അല്ലെങ്കിൽ ഈ പയസ് എന്നുള്ളതിന് വെള്ളം എന്നും ശബ്ദമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ എന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രജകൾ ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ എന്നെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങേക്ക് എന്നിൽ നിന്ന് എന്ത് വേണമെങ്കിൽ കറന്നെടുക്കാം, എനിക്ക് സമ്മതമാണ് എന്ന് തൻ്റെ ആ ഒരു വിധേയത്വത്തെ പ്രകടിപ്പിക്കാൻ പോവുകയാണ്. അപാം ഉപസ്ഥേ മയി നാവ്യവസ്ഥിതാഃ പ്രജാഭവാനദ്യരിരക്ഷിഷു കില സവീരമൂർത്തി സമഭൂദ്ധരാധരോ യോ മാം പയസ്യുഗ്രസരോ ജിഗാംസസി നൂനം ജലൈർഈഹിതമീശ്വരാണാം അസ്മദ്വിദൈസ്തൽ ഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവത്മഭിഃ തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. നൂനം ജലൈർഈഹിതമീശ്വരാണാം അസ്മദ്വിദൈർ തദ്ഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവത്മഭിഃ. പറയണു, തദ്ഗുണസർഗമായയാ മോഹിത ചിത്തവത്മഭിഃ അസ്മദ്വിദൈഃ ജനൈഃ. അസ്മദ്വിദൈഃ ജനൈഃ, എന്നെ പോലെയുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക്. ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? മോഹിത ചിത്തവത്മഭിഃ, ഞങ്ങളുടെ ചിത്തത്തിന്റെ ചിന്തിക്കാനുള്ള മാർഗങ്ങൾ എല്ലാം മോഹിതമാണ്, മൂഢരായിരിക്കുകയാണ് ഞങ്ങൾ. എന്തുകൊണ്ട്? ത്വൽ ഗുണസർഗമായയ, അങ്ങയുടെ തന്നെ, ഈശ്വരനായ അങ്ങയുടെ തന്നെ ഗുണസൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന മായ കൊണ്ട്, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന അങ്ങയുടെ മായാശക്തി കൊണ്ട് മോഹിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ചിത്തമാർഗത്തോട് ചിത്തത്തിന്റെ ജ്ഞാനം മോഹിതമായിരിക്കുന്നു, മൂഢമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അസ്മദ്വിദൈഹി ജനൈഹി, അപ്പൊ അങ്ങയുടെ തത്വമറിയാത്ത മൂഢജനങ്ങളായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഈശ്വരാണാം ഈഹിതം ന ജ്ഞായത്തെ, ഈശ്വരന്മാരുടെയോ ഈശ്വര അവതാര പുരുഷന്മാരുടെയോ ഈഹിതം അഭിപ്രായം, അവരുടെ പ്രവൃത്തി, ഇച്ഛ എന്താണെന്ന് ന ജ്ഞായത്തെ അറിയപ്പെടുന്നില്ല. അപ്പോ ഈശ്വര അവതാരമൂർത്തികളുടെ പ്രവൃത്തിയുടെ തത്വം, അതിന്റെ രഹസ്യം എന്താണെന്ന് എന്നെ പോലെ മോഹിതരായിട്ടുള്ള മായ കൊണ്ട് മൂഢരായിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വീരയശസ്കരേഭ്യഃ തേഭ്യഃ നമഃ. വീരന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് നമസ്കാരം. അപ്പോ വീരന്മാരെന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഭക്തന്മാർ തന്നെയാണ് വീരന്മാര്. അവർക്ക് യശസ്സിനെ കൊടുക്കുന്നവരാണ് ഭഗവാന്റെ അവതാരമൂർത്തികൾ. അപ്പൊ തന്റെ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് മാത്രം ഭഗവാൻ തന്റെ തത്വം അറിയിച്ച് അവർക്ക് യശസ്സിനെ കൊടുക്കുന്നു. മഹാത്മാക്കളൊക്കെ യശസ്വികളാണ് ഭഗവാന്റെ തത്വം അറിയുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീരന്മാരായ മഹാത്മാക്കൾക്ക്, ജ്ഞാനികൾക്ക് യശസ്സിനെ നൽകുന്നതായിട്ടുള്ള അവതാരമൂർത്തികൾക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്പൊ പൃഥുവും ഒരു അവതാരമൂർത്തിയാണ്. ആ അവതാരമൂർത്തിയായ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയുടെ മറ്റ് അവതാരമൂർത്തികൾക്കെല്ലാം നമസ്കാരം. കാരണം അവതാരമൂർത്തികളുടെ തത്വം അറിയുന്നവരാണ് വീരന്മാരായിട്ടുള്ള മഹാത്മാക്കൾ, ജ്ഞാനികൾ, താപസന്മാർ, സിദ്ധന്മാർ. അപ്പൊ അവർക്ക് യശസ്സിനെ കൊടുക്കുന്നതാണ് അങ്ങയുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാലോ, അവർക്ക് മാത്രമേ അങ്ങയുടെ പ്രവൃത്തികളുടെ രഹസ്യം അറിയുകയുള്ളൂ. ഞങ്ങളെ പോലെയുള്ള മൂഢന്മാർക്കൊന്നും അങ്ങയുടെ പ്രവൃത്തികൾ എന്താന്ന് ചിന്തിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മായാമോഹങ്ങൾ കൊണ്ട് താന്തോന്നിത്തൊക്കെ കാണിക്കുന്നു, ഈശ്വരേച്ഛ എന്താണെന്ന് അറിയാതെ. അപ്പോൾ ഈശ്വരേച്ഛ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ വീരന്മാർ, അവർക്ക് യശസ്സിനെ കൊടുക്കുന്നവനാണ് അങ്ങ്. അങ്ങയെ പോലെയുള്ള അവതാരമൂർത്തികൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കാരപൂർവം ആ ഭൂമിദേവി അഭയം പ്രാപിക്കുകയാണ്. ഇനി ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് എല്ലാം. നൂനം ജലൈർ ഈഹിതമീശ്വരാണാം അസ്മദ്വിധൈസ്തൽ ഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവൃത് വർമ്മഭിഃ തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. ഇങ്ങനെ
എന്താ പറയുക, പൃഥുവിനെ ഭൂമിദേവി സ്തുതിച്ചു. പൃഥു പ്രസാദിച്ചുകൊണ്ട് ഭൂമിക്ക് അഭയം കൊടുക്കുന്നതായിട്ടുള്ള കഥയാണ് ഇനി അടുത്ത അധ്യായത്തിൽ വരാൻ പോകുന്നത്. അതേ ഭൂമിദേവിയും പൃഥുവിന് വഴങ്ങിക്കൊണ്ട് തന്നെ തന്നെ സ്വയം ഒരു പശുവായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാമധേനുവായി മാറിക്കൊണ്ട് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് എന്നിൽ നിന്ന് കറന്നെടുത്തോളൂ എന്ന് പൃഥുവിനോട് പറഞ്ഞ് അതനുസരിച്ച് പൃഥു ഓരോ വിഭാഗങ്ങൾക്കും, മനുഷ്യന്മാർക്ക്, ദേവന്മാർക്ക്, ഗന്ധർവന്മാർക്ക്, വിദ്യാധരന്മാർക്ക്, കിന്നരന്മാർക്ക്, അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് എന്ന് പറഞ്ഞ പോലെ യക്ഷന്മാർക്ക്, ഓരോരുത്തർക്കും ഏതേത് ജീവജാലങ്ങൾക്ക് എന്താണോ മുഖ്യമായി വേണ്ടത് അത് കറന്നെടുക്കുന്ന ഒരു കറവ പശുവാക്കി ഈ ഭൂമിയെ ഇനിതാ വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ, 18-ാം അധ്യായത്തിൽ. നമുക്ക് നാളെ ഇതേപോലെ വൈകുന്നേരം തന്നെയാണ് ക്ലാസ്. നാളെ വൈകുന്നേരം 4:30 വീണ്ടും കാണാം. രാവിലെ 1-2 പരിപാടികളുണ്ട്. രാവിലെ ഒരു ഓൺലൈൻ സൂമിലൊരു സപ്താഹത്തിൽ 10 മണി തൊട്ട് 11 മണി വരെയുണ്ട്. പിന്നെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്കും ഒരു കുംഭാഭിഷേകത്തിന് പോകണം. അപ്പോൾ രാവിലെ എൻഗേജ്ഡാണ്. സൂമിൽ സപ്താഹത്തിൻ്റെ ഇതിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കാണാം. 1-ാം ദിവസത്തെ നമ്മുടെ പെരുമ്പള്ളി ഗണേശൻ നമ്പൂതിരി നേതൃത്വം കൊടുക്കുന്ന ഓൺലൈൻ സപ്താഹമാണ്. അതിൽ ആദ്യത്തെ പ്രഭാഷണം നമ്മുടെയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ, പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ, സൂത ശൗനക സംവാദവും വ്യാസനാരദ സംവാദവും. അധ്യായങ്ങളല്ല, കൂടുതൽ നോക്കട്ടെ. അപ്പോൾ വൈകുന്നേരം കാണാം നാളെ 4:30. ഹരി ഓം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ സപ്തദശോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വൈകിട്ട് കാണാം.